ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശ്രീമദ്ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന 12 മഹാജനങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മഹാജനം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ തത്വം അല്ലെങ്കിൽ വിഷ്ണു തത്വം അല്ലെങ്കിൽ പരമധർമ്മം എന്താണെന്ന് പൂർണ്ണമായിട്ടും അറിഞ്ഞ് പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മഹാജനങ്ങൾ. അതുകൊണ്ട് മഹാജനങ്ങളുടെ പാത പിന്തുടരണം എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, മഹാജനം അതായത് മഹാജനങ്ങൾ വാദിക്കുന്ന ഏത് പുരോഗമന പാതയും നാം സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. കാരണം മഹാജനങ്ങള് സ്വയം അവർ ആരാണെന്ന് തിരിച്ചറിഞ്ഞവരും അതുപോലെ തന്നെ കളങ്കമില്ലാത്തവരുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഹൃദയത്തിൽ മാത്രമേ യഥാർത്ഥ ധാർമ്മിക തത്വങ്ങൾ സ്ഥിതി ചെയ്യുന്നുള്ളൂ. യഥാർത്ഥ ധാർമ്മിക തത്വം എന്ന് പറഞ്ഞാൽ എന്താണോ ശാസ്ത്രം ലക്ഷ്യമിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ നിഗൂഢ സത്യങ്ങള്, അതിന്റെ ചുരുളഴിച്ച സത്യങ്ങള് ഇത്തരം മഹാചരങ്ങളിൽ ഭഗവാൻ പൂർണ്ണമായിട്ടും ശരണാഗതി നേടിയ വ്യക്തികളിൽ മാത്രമേ ഇത് നിലകൊള്ളുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേവലം വേദങ്ങൾ പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മം, ജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം ഇതിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം ഒരു വ്യക്തി മഹാജനം ആവുന്നില്ല എന്നാണ് ശാസ്ത്രത്തിലൂടെ ശ്രീ ചൈതന്യ മഹാപ്രഭു വെളിപ്പെടുത്തുന്നത്. ആചാര്യന്മാരും പറയുന്ന വാക്യങ്ങളുടെ നരോത്തംദാസ് താക്കൂർ ഗൗഡിയ സമ്പ്രദായത്തിലെ ആചാര്യനാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? സാധു ശാസ്ത്ര ഗുരുവാക്യ ചിത്തയുടെ കുറിയ ഐക്യ. അതായത് സാധു ശാസ്ത്ര ഗുരു ഇവരുടെ നിർദ്ദേശം നാം സ്വീകരിക്കണം. എങ്ങനെ? അതായത് സാധു എന്ന് പറഞ്ഞാല് വളരെ ഉയർന്ന വ്യക്തിത്വം അല്ലെങ്കിൽ മഹാംശനം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് വേണ്ടി ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ഭക്തനായിട്ട് എന്താണോ പൂർവ്വ ആചാര്യന്മാർ പറഞ്ഞത്, എന്താണോ ശാസ്ത്രം പറഞ്ഞത്, അത് അതേപടി അനുവർത്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹാജനം എന്ന് പറയുന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വെളിവാക്കപ്പെട്ട വൈദിക ശാസ്ത്രങ്ങളാണ്, അതായത് അംഗീകൃതമായിട്ടുള്ള വൈദിക ശാസ്ത്രങ്ങൾ. ഗുരു എന്ന് പറയുന്നത് ഈ വൈദിക നിയമങ്ങളെ സ്ഥിരീകരിച്ചിട്ടുള്ളവര്. ഈ 3 പാതയും നമ്മൾ പിന്തുടരണമെന്നാണ് പറയുന്നത്. അതായത് യഥാർത്ഥ മഹത് വ്യക്തികളെ പിന്തുടരുക എന്നത് മേൽപ്പറഞ്ഞ 3ന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ്. ഗുരു, സാധു, ശാസ്ത്രം. ഇതിന് 3ന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ മഹത് വ്യക്തികളെ പിന്തുടരുക എന്നുള്ളത്. നമുക്ക് ഇനി ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത് മഹാജനങ്ങളെ കുറിച്ചുള്ളത്. നമുക്ക് 12 മഹാജനങ്ങളെ കുറിച്ചിട്ടുള്ള ആരൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. ഇതിനാസ്പദമായിട്ടുള്ള സാഹചര്യം യമരാജനാണ് ഈ 12 മഹാജനങ്ങളുടെ പേര് വെളിപ്പെടുത്തുന്നത്. യമരാജൻ എന്ന് പറയുമ്പോൾ നമ്മള് അജാമിളന്റെ കഥ കേട്ടിട്ടുണ്ട്. അജാമിളൻ
നമ്മളെന്നും ഭഗവത് നാമം ജപിച്ച സമയത്ത് അന്ത്യനിമിഷത്തിൽ അന്ത്യശ്വാസത്തിൽ ഭഗവത് നാമം ജപിച്ചപ്പോൾ അവിടെ ആരുണ്ടായിരുന്നു? വിഷ്ണുദൂതനുണ്ടായിരുന്നു, യമദൂതരുണ്ടായിരുന്നു. യമദൂതരുടെ കർത്തവ്യം എന്ന നിലയിൽ ദുരാചാരികളെ അല്ലെങ്കിൽ ധർമ്മം അനുഷ്ഠിക്കാത്ത പ്രവർത്തിക്കുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് യമദൂതരുടെ കർത്തവ്യം. അതവരുടെ ഡ്യൂട്ടിയാണ്. അതവർ മുഖം നോക്കാതെ ചെയ്യും. മുഖം നോക്കാതെ ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ്. കാരണം എന്താണ്? യമദേവന് കരുണയില്ല. ബാക്കി എല്ലാവരും കരുണ കാണിക്കും. യമദേവന്റെ നിഘണ്ടുവിലെ യമസ്യ കരുണാനസ്, കരുണ എന്ന വാക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കിങ്കരന്മാരും അങ്ങനെ തന്നെയാണ്. ഈ സമയത്ത് അവിടെ നാമം ജപിച്ച മാത്രത്തിൽ തന്നെ വിഷ്ണുദൂതരും. ആ സന്ദർഭത്തിലാണ് വിഷ്ണുദൂതരും അതുപോലെ തന്നെ യമകിങ്കരന്മാരും തമ്മിൽ അവിടെ സംവാദം നടത്തുന്നു. ശരി എന്ത്, തെറ്റുണ്ട്. യമകിങ്കരന്മാർ ആകെ കൺഫ്യൂഷനായി. കാരണം ആദ്യമായിട്ടാണ് അവർക്ക് ഇങ്ങനെയൊരു അനുഭവം. അവരുടെ ഡ്യൂട്ടിയിലൊരു വിഘ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവര് സ്വാഭാവികമായിട്ടും അവരവരുടെ യജമാനത്തിലേക്ക് പോവുകയാണ്. അവരുടെ യജമാനൻ യമധർമ്മരാജ. അപ്പൊ യമധർമ്മരാജാവ് അവിടെ വെച്ചിട്ട് ധർമ്മം എന്താണെന്നും ആ ധർമ്മത്തിന്റെ ലീഡേഴ്സ് ആരെല്ലാമാണോ ഇതിനെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഉപദേശിക്കുകയാണ് യമകിങ്കരന്മാർക്ക്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ മഹാജനങ്ങളെ കുറിച്ച് ഇവിടെ യമധർമ്മരാജാവ് ആരൊക്കെയാണ്, എന്താണ് അവരുടെ പ്രത്യേകത എന്നുള്ളതെല്ലാം പ്രഖ്യാപിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ശ്ലോകമാണ് ശ്രീമദ് ഭാഗവതത്തില് 20-21 ശ്ലോകങ്ങൾ. ആറാമത്തെ സ്കന്ധം ശ്രീഭഗവത് 6ാം സ്കന്ധം 3ാമത്തെ അധ്യായം അതിൽ 20-21 നമുക്ക് വായിക്കാം. സ്വയംഭൂ നാരദ ശംഭൂ കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മ ബലിർവയാസഗീർവയം ദദശൈലേ വിധാനീവേ ധർമ്മം ഭാഗവതം കഥാ മുഖ്യം വിശുദ്ധം ദുർബോധം യജ്ഞാത്വാമൃതമസ്മൃതേ. ശ്രീമദ് ഭാഗവതം 6ാം സ്കന്ധം അധ്യായം 3 ശ്ലോകം 20-21. സ്വയംഭൂർനാരദ ശംഭോ കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർവൈയാസഗീർഭയം ദ്വാദശൈതേ വിജാനീമോ ധർമ്മം ഭാഗവതം ഭടാ
सौख्यं विशुद्धं दुर्बोधं यं ज्ञात्वा अमृतमश्नुते विवर्तनमाय डिवाइन ग्रेस अभय चरणारविंद भक्तिवेदांत स्वामी श्रील प्रभुपाद की विवर्तനം എല്ലാവരും പിന്തുടരുക. ബ്രഹ്മദേവൻ, നാരദമുനി, മഹാദേവൻ, 4 കുമാരന്മാർ, കപിലദേവൻ, ദേവഭൂതിയുടെ പുത്രൻ, സ്വയംഭുവ മനു, പ്രഹ്ലാദ മഹാരാജാവ്, ജനക മഹാരാജാവ്, ഭീഷ്മ പിതാമഹൻ, ബലി മഹാരാജാവ്, സുഖദേവ ഗോസ്വാമി എന്നിവർക്കും എനിക്കും യഥാർത്ഥ ധാർമ്മിക തത്വങ്ങൾ അറിയാം. എന്റെ പ്രിയപ്പെട്ട ഭൃത്യന്മാരെ, ഭാഗവത ധർമ്മം എന്നറിയപ്പെടുന്ന അഥവാ പരമോന്നതനായ ഭഗവാനെ ശരണം പ്രാപിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ അതീന്ദ്രിയ ധാർമ്മിക തത്വം ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ കളങ്കമാക്കപ്പെടാത്തതാണ്. അത് അതീവ ഗോപ്യവും സാധാരണ മനുഷ്യജീവികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമേറിയതുമാണ്. പക്ഷേ യാദൃച്ഛികമായി ഒരുവൻ അത് മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടാകുന്ന പക്ഷം അവൻ തൽക്ഷണം മോചിതനാവുകയും അപ്രകാരം അവന് സ്വഭവനത്തിലേക്ക് ഭഗവാനിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുകയും ചെയ്യും. ഭാവാർത്ഥം സഭയിൽ ചരണാർത്ഥികളുടെ സംശയപ്രപാദി ഭാഗവത ധർമ്മം ഏറ്റവും മുഖ്യമായ ധാർമ്മിക തത്വമാണെന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണ ഭഗവാൻ പ്രസ്താവിക്കുന്നു. സർവഗുഹ്യതമം ഗുഹ്യതരം. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, നീ എന്റെ ആത്മമിത്രമായതിനാൽ ഏറ്റവും ഗോപ്യമായ ഈ ധർമ്മം ഞാൻ നിനക്ക് വിശദീകരിച്ചു തരുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. മറ്റെല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കുക. മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് ഈ ധർമ്മമെങ്കിൽ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്ന് ഒരുവൻ ചോദിച്ചേക്കാം. ഇതിനുള്ള മറുപടിയിൽ ധനരാജൻ ഇവിടെ ഇങ്ങനെ പറയുന്നു: ബ്രഹ്മദേവൻ, മഹാദേവൻ, 4 കുമാരന്മാർ എന്നിവരുടെയും നിലവാരമുള്ള മറ്റു പ്രാമാണികരുടെയും പാരമ്പര്യ സമ്പ്രദായം പിന്തുടർന്നവർക്ക് ഈ ധാർമ്മിക തത്വം മനസ്സിലാക്കാൻ കഴിയും. ഗുരുശിഷ്യ പാരമ്പര്യത്തിന്റെ 4 സമ്പ്രദായങ്ങളുണ്ട്. ഒന്ന് ബ്രഹ്മദേവനിൽ നിന്നും, ഒന്ന് ശിവനിൽ നിന്നും, ഒന്ന് ഭാഗ്യദേവതയായ ലക്ഷ്മിയിൽ നിന്നും, ഒന്ന് 4 കുമാരന്മാരിൽ നിന്നും. ബ്രഹ്മാവിൽ നിന്നും ഗുരുശിഷ്യ സമ്പ്രദായം ബ്രഹ്മസമ്പ്രദായം എന്നും, ശംഭുവിൽ നിന്നുള്ളത് രുദ്ര സമ്പ്രദായം എന്നും, ഭാഗ്യദേവതയായ ലക്ഷ്മിയിൽ നിന്നുള്ള സമ്പ്രദായം ശ്രീ സമ്പ്രദായം എന്നും, കുമാരന്മാരിൽ നിന്നുള്ള കുമാര സമ്പ്രദായം എന്നും വിളിക്കപ്പെടുന്നു. അങ്ങേയറ്റവും മുഖ്യമായ ധാർമ്മിക തത്വം ഗ്രഹിക്കുന്നതിന് ഒരുവൻ ഈ 4 സമ്പ്രദായങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ നിർബന്ധമായും ശരണം പ്രാപിക്കണം. പത്മപുരാണത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: സമ്പ്രദായ വിഹീനേ മന്ത്രാസ്തേ നിഷ്ഫലാമത. ഒരാൾ ഈ 4 അംഗീകൃത സമ്പ്രദായങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പിന്തുടരാത്ത പക്ഷം അയാളുടെ മന്ത്രങ്ങൾ അഥവാ ദീക്ഷാ സ്വീകരണം ഉപയോഗശൂന്യമാകും. ഇന്ന് യഥാർത്ഥങ്ങളായ അഥവാ പ്രാമാണികരായ ബ്രഹ്മദേവൻ, മഹാദേവൻ, കുമാരന്മാർ, ലക്ഷ്മി എന്നിവരോടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ധാരാളം അപസമ്പ്രദായങ്ങളുണ്ട്. അത്തരം സമ്പ്രദായങ്ങളാൽ ജനങ്ങൾ തെറ്റായ മാർഗനിർദ്ദേശം ചെയ്യപ്പെടുന്നു. അത്തരം സമ്പ്രദായങ്ങളിൽ ആരംഭം കുറിക്കുന്നത് ഉപയോഗരഹിതവും സമയം പാഴാക്കലുമാണെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അവ യഥാർത്ഥ ധാർമ്മിക തത്വങ്ങൾ മനസ്സിലാക്കാൻ ഒരുവനെ അർഹനാക്കുന്നില്ല. ഹരേ കൃഷ്ണ. സജീവം സാദ്വൈതം സാവധൂതം പ്രജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹനവ്രതാ ശ്രീശാഖാംശ ഭക്തകാഞ്ച ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി കൃഷ്ണാംസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ സാക്ഷാത്കൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയം ഗുരു ഹരി വിശ്വസ്യ സദാനന്ദോ രാമദനമോഹനം ജയ ശ്രീ രാധാമദനമോഹനം ജയ ശ്രീ രാധാമദനമോഹനം. ഹരി ഓം.
ലക്ഷ്യമിട്ടത് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി ശാസ്ത്രത്തിൽ നിന്നും കണ്ടെത്തിയത് എന്താണെന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. 12 മഹാജനങ്ങളെ കുറിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ ജ്ഞാനം എന്ന് പറയുന്നുണ്ട്. ആരാണത്? 11 പേരുടെ പേര് പറഞ്ഞിട്ട് ജ്ഞാനം പറയുന്നുണ്ട്. കാരണം ഭാഗവതം വായിച്ചപ്പോ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? 11 പേരുടെ പേര് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ജ്ഞാനം എന്ന് പറഞ്ഞത് ആരാണ്? ഞാൻ എന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ഈ 12 മഹാജനങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്തുന്നത് ആരാണ്? യമധർമ്മ രാജാവാണ് പറഞ്ഞത്. ഭാഗവതത്തിന്റെ പർപ്പോട്ട് വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, സൂക്ഷ്മമായിട്ടും ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ. ഞാൻ അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും തുടക്കത്തിലേ ചോദിച്ചത്. കാരണം എല്ലാവരും കേട്ടു പോകുന്നു, അത് ഉൾക്കൊണ്ടുകൊണ്ട് കേൾക്കണം. പർപ്പോട്ട് അത്രയും മഹനീയമായിട്ടുള്ളതാണ്. ഇവിടെ യമധർമ്മ രാജാവാണ് പറയുന്നത്. കാരണം അതിന് മുന്നിലുള്ള ശ്ലോകത്തിൽ പറയുന്നു, എന്താ പറയുന്നത്? ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. അതായത് യഥാർത്ഥ ധാർമ്മിക തത്വം നിർമ്മിച്ച് നിയമമാക്കിയത് പരമ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ബ്രഹ്മ, നാരദമുനി, ലോർഡ് ശിവ, മഹാദേവൻ, കുമാരന്മാര്, കപിലദേവൻ, സ്വയംഭൂ മനു, പ്രഹ്ലാദ് മഹാരാജാവ്, ജനക മഹാരാജാവ്, വിഷ്ണുദേവൻ, അതുപോലെ ബലിചക്രവർത്തി, സുഖദേവ ഗോസ്വാമി, യമരാജ്, ഇങ്ങനെയുള്ള 12 വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതില് ശാസ്ത്രത്തിൽ നിന്നും ഒരു മഹാജനങ്ങളാണ്. ഇവരെന്താണ് വേദങ്ങളിൽ ഉപനിഷത്തുകളിൽ നിന്നെല്ലാം കണ്ടെത്തിയത്? എന്താണ്? ഒരേ ഒരു കാര്യമാണ്. എന്താണ് അവർ ലക്ഷ്യമിട്ടതും? അത് തന്നെയാണ്, സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. ഭഗവാൻ ശ്രീകൃഷ്ണനില് സർവധർമ്മങ്ങളെയും പരിത്യജിച്ചു ശരണാഗതി തേടുക എന്നുള്ളതാണ് അവര് വേദങ്ങളിലൂടെ കണ്ടെത്തിയത്. അതുപോലെ തന്നെ കണ്ടെത്തുക മാത്രമല്ല, അതിനുശേഷം അവരെന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും ഭഗവാനിൽ ശരണാഗതി തേടി ഭഗവാന്റെ സേവന നിരതരായി. മന്മനാഭവമദ്ഭക്തം മധ്യാചിമാനമസ്തു. ഇവിടെ പറയുന്നത് വേദങ്ങൾ പഠിക്കുന്ന ജ്ഞാനികൾക്കും അതുപോലെ തന്നെ കർമ്മികൾക്കും ഇത്തരം ആളുകൾക്കൊന്നും വേദങ്ങളുടെ പൊരുൾ അറിയാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. കാരണം ഊഹാപോഹത്തിലൂടെയും ഈ ജ്ഞാനമാർഗം അതുപോലെ തന്നെ ഈ കർമ്മകാണ്ഡ പ്രകാരമുള്ള പ്രവർത്തനങ്ങള് ഇതെല്ലാം തന്നെ ഭൗതികമാണ്. കാരണം ജ്ഞാനമാർഗത്തിലൂടെ അറിവിൽ ആ വ്യക്തി സ്വയം ഗർവിൽ ആനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. കർമ്മകാണ്ഡവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. എന്തു ചെയ്തു അതിനപ്പം തന്നെ ഫലം കാക്ഷിക്കുന്നു. ഇവിടെ തന്നെയും അല്ലെങ്കിൽ ഉയർന്ന ലോകങ്ങളിലോ അവര് ഇന്ദ്രിയ ആസ്വാദനം നടത്തുന്നു. ഇതിനെല്ലാം ഉപരിയാണ് ഭക്തിമാർഗം അല്ലെങ്കിൽ ഭക്തിയോഗം. അവര് ഭക്തിമാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദങ്ങളുടെ അല്ലെങ്കിൽ ശരിയായ മാർഗം എന്താണെന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് അവര്, അതായത് വ്യതിചലിക്കുന്നില്ല അവരുടെ മാർഗത്തില്. ഭക്തിമാർഗത്തിൽ വ്യതിചലനമില്ല. ഇവിടെ എല്ലാം വ്യതിചലിക്കുന്നു. പലരും ജ്ഞാനികളായി മാറുന്നു, പലരും കർമ്മികളായി മാറുന്നു.
പലരും പല ലോകങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു. പക്ഷെ ഭക്തൻ അങ്ങനെയല്ല. ഭക്തൻ എന്താണ്? ഈ അവസരങ്ങളിൽ നിന്നെല്ലാം ഇതിന് മറികടക്കുന്നു. വേദത്തിന്റെ ശരിയായ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുന്നു. ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണാഗതി നേടാനാണ് വേദങ്ങൾ പഠിക്കുന്നത്. അതാണ് ഭഗവാൻ പറയുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഭഗവാൻ വീണ്ടും വേദം റിപ്പീറ്റ് ചെയ്തത്. എങ്ങനെയാണ്? ഗീതാ ഉപദേശത്തിലൂടെ വീണ്ടും വന്ന് ഭഗവാൻ നേരിട്ട് പറയേണ്ടി വരുന്നു, ഞാനാണ് ഭഗവാൻ, എന്നെ ശരണാഗതി തരൂ, എന്നെ നമസ്കരിക്കൂ, എനിക്ക് വേറെ ഉപരിയായ സത്യങ്ങളില്ല. വേദങ്ങളിലൂടെ എന്നെയാണ് മനസ്സിലാക്കേണ്ടത്, വേദങ്ങൾ രചിച്ചത് ഞാനാണ്. ഇതെല്ലാം ഭഗവാന് നേരിട്ട് വന്ന് പറയേണ്ടി വരികയാണ്. കാരണം ഈ പൊരുൾ വെളിപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇതിന്റെ പഠിതാക്കൾക്ക് യഥാർത്ഥ രീതിയിൽ ഉള്ള ഇതിന്റെ പഠനം നടത്താതെ വേദപണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ വൈദിക ആചാരാനുഷ്ഠാനങ്ങളും അതീന്ദ്രിയ, അതായത് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈ വൈദിക ആചാരാനുഷ്ഠാന കർമ്മകാണ്ഡ പ്രകാരമായാലും ജ്ഞാനകാണ്ഡ പ്രകാരം ഇതൊന്നും തന്നെ അതീന്ദ്രിയമല്ല എന്ന് പറയുന്നു. എന്താണ്? ഇത് വെറും സാധാരണക്കാർക്ക് സമാധാനത്തിനും അവര് ക്രമപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിത രീതി തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥ ധർമ്മം എന്നുള്ളത് എന്താണ്? ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്. അതായത് നമ്മൾ ഇവിടെ സർവ്വധർമാൻ പരിത്യജ, നമ്മുടെ സാമൂഹിക വ്യവസ്ഥകൾ, കുടുംബപരമായിട്ടുള്ള വ്യവസ്ഥകൾ, രാഷ്ട്രീയപരമായി, ഇതെല്ലാം തന്നെ ഓരോ ധർമ്മങ്ങളാണ്. ചിലർക്ക് കുടുംബം നോക്കണം എന്നതായിരിക്കും വലിയ ധർമ്മം, ചിലർക്ക് രാജ്യം സംരക്ഷിക്കണം എന്നുള്ളതായിരിക്കും വലിയ ധർമ്മം, ചിലർക്ക് സമൂഹത്തെ സംരക്ഷിക്കണം എന്നുള്ളതായിരിക്കും വലിയ ധർമ്മം. ഇതെല്ലാം തന്നെ പരമധർമ്മമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ സർവധർമാൻ പരിത്യജ എന്ന് പറയുന്നത്. ഇത്തരം ധർമ്മങ്ങളെല്ലാം തന്നെ നമ്മളെ ഭൗതികമായിട്ട് നമ്മൾക്ക് ആനന്ദം തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സന്തോഷം തരുന്നു എന്ന് മാത്രം. യഥാർത്ഥ ധാർമ്മിക തത്വം എന്നുള്ളത് എന്താണ്? ശരിക്കുള്ള ഭാഗവത ധർമ്മം എന്നുള്ളത് ഭഗവാനെ, പരമോന്നതനായിട്ടുള്ള ഭഗവാനെ ശരണാഗതി തേടുക എന്നുള്ളതാണ് പരമമായിട്ടുള്ള ധർമ്മം. ഇവിടെ എന്തുകൊണ്ട് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ഇത് കൃത്യമായിട്ടും പിന്തുടർന്നവർ മനസ്സിലാക്കിയ വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ 12 മഹാജനങ്ങളാണ് ഇവിടെ ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭാഗവത ധർമ്മത്തെ കണ്ടെത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവര് മനസ്സിലാക്കി പ്രചരിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു മഹാജനോ ഏനദാസപന്ത. അപ്പൊ ഇത്തരം വ്യക്തിത്വങ്ങൾ പറഞ്ഞിരിക്കുന്ന എന്തും തന്നെ, വാദങ്ങൾ എന്തും തന്നെ നമ്മൾ അതേപടി പിന്തുടരണം. അതായത് അവരുടെ പാത പിന്തുടരണം എന്നാണ് പറയുന്നത്. കാരണം ഈ സമ്പ്രദായത്തില്, ഈ മഹാജനങ്ങളിൽ നിന്ന് വരുന്ന ഈ സമ്പ്രദായത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് പരമമായ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ശ്ലോകത്തിന്റെ ഭാഗാർത്ഥത്തിൽ തന്നെ ഒരു ചില പ്രഭുപാദ് കോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? സമ്പ്രദായ വിഹീനായി മന്ത്രാസ്തി നിഷ്ഫലേ മത. സമ്പ്രദായത്തിൽ അധിഷ്ഠിതമല്ലാത്ത, ഭഗവാൻ പറയുന്നത് ഏവം പരമ്പരാപ്രാപ്തം, എന്റെ പരമ്പരയിലൂടെ മാത്രമേ എന്നെ സമീപിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ എന്നെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഒരു 10 പുരാണത്തിൽ കോട്ടിങ് പറയുന്നത്. സമ്പ്രദായ വിഹീനായി മന്ത്രാസ്തി നിഷ്ഫലേ മത. അതായത് ഈ 4 അംഗീകൃത സമ്പ്രദായങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പിന്തുടരാത്ത പക്ഷം അയാളുടെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ അഥവാ വീക്ഷാസുഖന ഉപയോഗശൂന്യമാണെന്ന് പറയുന്നു. ഇപ്പൊ 4 സമ്പ്രദായങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഏതൊക്കെയാണ്? ബ്രഹ്മസമ്പ്രദായം, ബ്രഹ്മസമ്പ്രദായം, ശ്രീ സമ്പ്രദായം, രുദ്രസമ്പ്രദായം, കുമാരസമ്പ്രദായം. ഇത് 4 വിഷ്ണു തത്വങ്ങൾ പ്രചരിപ്പിക്കുന്ന സമ്പ്രദായങ്ങളാണ്. ഈ 4 ഏതെങ്കിലും ഒരു വ്യക്തി, അല്ലെങ്കിൽ ഈ 4 ഏതെങ്കിലും സമ്പ്രദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ഭക്തി ആചരിക്കണമെന്നാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം എന്താണ് പറയുന്നത്? മന്ത്രാസ്തേ നിഷ്ഫലേ മത. അതായത് അങ്ങനെ നമ്മൾ ഈ സമ്പ്രദായത്തിലൂടെ നമുക്ക് നേടാത്ത, സമ്പ്രദായത്തിലൂടെ നമ്മൾ ആചരിക്കാത്ത ഒന്നും തന്നെ നമ്മൾക്ക് ഫലം തരില്ല എന്നാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അപസമ്പ്രദായങ്ങളിലാണ് ഏറെ പേർക്കും താല്പര്യം.
കാരണം എന്താണ്? അവിടെ നമ്മുടെ നിയമങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ചും കലിയുഗത്തില് അപസമ്പ്രദായങ്ങളെ പിന്തുടരാനും അല്ലെങ്കിൽ അവരെ പിന്തുടരാനുമാണ് ജനങ്ങൾ അധികവും ശ്രമിക്കുന്നത്. ഇത് നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നിരവധി സംഘടനകളും പലതും തന്നെ സമ്പ്രദായത്തിൽ അധിഷ്ഠിതമല്ല. പ്രത്യക്ഷത്തിൽ സാമാന്യ ജനങ്ങൾക്ക് ഇത് അറിയില്ല. അവർ അവരെ പിന്തുടരുന്നു. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഒരു ലക്ഷ്യപ്രാപ്തിയിലെത്താതെ ഫലമില്ലാതെ പോകുന്നു. നിഷ്ഫലയുമത എന്ന പുരാണത്തിലെ വാക്യമാണിത്. കാരണം ധാർമ്മിക തത്വം മനസ്സിലാക്കാൻ സമ്പ്രദായത്തിലൂടെ മാത്രമേ സാധിക്കൂ, അല്ലെങ്കിൽ സമ്പ്രദായത്തിൽ മാത്രമേ അധികാരപ്പെടുത്തിയിട്ടുള്ളൂ എന്നാണ് ഇതിന്റെ ചുരുക്കം. അല്ലാതെ നമുക്ക് പൊതുവെ പറയാറുണ്ട്, എല്ലായിടത്തും കൃഷ്ണനെ കുറിച്ചല്ലയോ പറയുന്നത്. ഇങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു വാക്കെല്ലാം ഉപയോഗിക്കാറുണ്ട്. അവിടെയും പറയുന്നത് അതിനല്ലേ, ഇവിടെയും പറയുന്നതല്ലേ, രണ്ടും ഒന്നല്ലേ? ശരിയാണ്, ഒന്ന് തന്നെയാണ്. പക്ഷെ ഒന്ന് അംഗീകരിച്ചിട്ടുള്ളതും ഒന്ന് അംഗീകരിക്കാത്തതുമാണ്. നമ്മളിപ്പോ നമ്മുടെ കുട്ടികളെ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു അംഗീകൃത സ്കൂളിലേക്ക് അയക്കുകയോ അതോ ഒരു ഗവൺമെന്റ് അംഗീകരിക്കാത്ത ഒരു പാഠശാലയിലേക്ക് അയക്കുകയോ? അല്ലേ? എന്തിനാണ്? ആ പഠിക്കുന്ന സർട്ടിഫിക്കറ്റിന് വിലയുണ്ടാകണം, ജോലി കിട്ടണം, അല്ലേ? അപ്പൊ ഇവിടെ ആധികാരികതയാണ് ഇതിന്റെ പ്രധാനം. അതുകൊണ്ടാണ് നമ്മൾ അംഗീകരിക്കുന്ന സ്ഥാപനം, നമ്മളിതൊരു പാക്കറ്റിന് മുകളിൽ നമ്മൾ നല്ല കമ്പനിയുടെ ഓതറൈസ്ഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ട് വാങ്ങിക്കും, ലേബൽ നോക്കിയിട്ട്. ഇവിടുത്തെ ലേബൽ എന്നുള്ളത് അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മളത് സ്വീകരിക്കണം. അല്ലാത്ത സമ്പ്രദായം എന്ന് പറഞ്ഞുകൂടാ. അങ്ങനെയുള്ള സമ്പ്രദായത്തിൽ ആകൃഷ്ടരാകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ. കാരണം അത്തരം സമ്പ്രദായക്കാർക്ക് ഈ ധർമ്മതത്വം പറയാൻ അവർ അയോഗ്യരാണ്, അവർ യോഗ്യതയില്ലാത്തവരാണെന്ന് അർത്ഥം. അത് ശാസ്ത്രം നിഷ്കർഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ മഹാജനോ ഏനകദാസബന്ധ, മഹാജനങ്ങളുടെ പാത പിന്തുടരണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മഹാജനങ്ങളെ കുറിച്ചുള്ളൊരു ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ശ്രീമദ് ഭാഗവതത്തിലെ വിവിധ കാണ്ഡങ്ങളിൽ നിന്നും ഓരോ ശ്ലോകങ്ങൾ കോട്ട് ചെയ്തിട്ട് ദൈവ സഹോദരന്മാരുടെ അനുഗ്രഹത്തോടെ നമ്മൾ എടുത്തുകൊണ്ട് നോക്കാം. ബ്രഹ്മ ആദ്യത്തെ മഹത്വ്യക്തിയാണ് ബ്രഹ്മാവ്. ശ്രീമദ് ഭാഗവതത്തില് ബ്രഹ്മാവ് ഭഗവാൻ ശരണാഗതി ചെയ്യുന്നൊരു ഭാഗമുണ്ട് പൂർണ്ണമായിട്ട്. ഏതാണത്? ഏത് ലീലയാണ്? ബ്രഹ്മ വൈമുക്തി അല്ലെ? ശ്രീമദ് ഭാഗവത് 10-14 അധ്യായത്തിൽ 38 ശ്ലോകത്തിലാണ് ബ്രഹ്മാവ് തന്റെ പ്രാർത്ഥന പറയുന്നത്. അതിൽ ബ്രഹ്മാവിന്റെ മാനസികാവസ്ഥ, എത്രത്തോളം ബ്രഹ്മാവ് ഭഗവാനിൽ ശരണാഗതനായി അടിയറവ് പറഞ്ഞു. ഇവിടെ ഓരോ മഹാജനങ്ങളെ കുറിച്ച് പറയുമ്പോഴും അവര് പൂർണ്ണമായിട്ടും അത് ഫോക്കസ് ചെയ്യുന്നത് അവർ പൂർണ്ണമായിട്ടും ശരണാഗതി തേടിയതാണ്, ശരണാഗതരായതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ബ്രഹ്മ എന്താണ് പറയുന്നത്? പ്രാർത്ഥനയിൽ പറയുന്നത് എന്താണ്? എനിക്ക് കൃഷ്ണനെ കുറിച്ച് എല്ലാം അറിയാമെന്ന് പറയുന്നവരുണ്ട്, അവരങ്ങനെ തന്നെ കരുതട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭഗവാനെ ഒന്ന് മാത്രം ഞാൻ പറഞ്ഞു കൊടുട്ടെ. അങ്ങയുടെ വിഭൂതികൾ എനിക്ക് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ എത്തിച്ചേരാനാവുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധ്യമാവുന്നില്ല. കാരണം ബ്രഹ്മ അദ്ദേഹം വിചാരിച്ചു ഞാൻ വലിയ ആൾ തന്നെയാണെന്ന്. ഭഗവാന്റെ ഗോപന്മാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ ഭഗവാന്റെ ചില അസാധാരണമായിട്ടുള്ള ലീലകളെല്ലാം ബ്രഹ്മാവ് കണ്ടു. ഗോപുരത്തും പല കാര്യങ്ങളും അസുരന്മാരെ കുറിച്ച് പ്രയാസപ്പെടുന്നു. അപ്പൊ ഈ ചെറിയ കുട്ടി ഭഗവാൻ തന്നെ അല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭഗവാനായിട്ട് അംഗീകരിച്ചില്ല ബ്രഹ്മാവ്. ഒരു പരീക്ഷണം എന്ന നിലയിൽ ഗോപന്മാരെല്ലാം, ഇതാണ് നമ്മൾ കേട്ടിട്ടുള്ള ഈ ലീല, ഗോപന്മാരെല്ലാം കട്ടുകൊണ്ട് പോകുന്നു. പിന്നെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോഴും ബ്രഹ്മാവിനെ അതിശയപ്പെടുത്തുന്നു. താൻ ആരെയാണോ കൊണ്ടുപോയി ഒളിപ്പിച്ചത്
അവരെല്ലാം ഭഗവാന്റെ കൂടെ കളിച്ച് ചിരിച്ച് സുഖമായിട്ട് ആനന്ദിച്ച് ഉല്ലസിച്ചുകൊണ്ട് നടക്കുന്നു. ബ്രഹ്മാവ് അത്ഭുതസ്തംഭനായി. ഈ ബ്രഹ്മാവിന്റെ തെറ്റ് തിരിച്ചറിഞ്ഞു. ബ്രഹ്മാവ് സ്വയം അഹംഭാവിച്ചു, ഞാൻ വലിയ ആളാണെന്നുള്ളത്. പക്ഷെ ബ്രഹ്മാവിന്റെ സ്വയം തെറ്റ് തിരിച്ചറിഞ്ഞ് ബ്രഹ്മാവ് ഭഗവാനിൽ പൂർണ്ണമായിട്ടും തന്റെ അറിവില്ലായ്മ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത്. അത് ബ്രഹ്മ പറയുന്നതാണ്, അങ്ങയുടെ വിഭൂതികൾ എനിക്ക് മനസ്സുകൊണ്ടോ, കാരണം ഭഗവാന് ഒരു സാധാരണ വ്യക്തിയായി നിന്നുകൊണ്ടോ എന്തും ചെയ്യാൻ സാധിക്കും അല്ലെ. ഇപ്പൊ ഭഗവാൻ ഒരു സാധാരണ ഒരു ഓടക്കുഴലിൽ പിടിച്ച് കാലികളെ നേടാൻ പോകുന്ന സമയത്ത് ഒരു വടിയും പിടിച്ചുകൊണ്ട് ഗോവർദ്ധനത്തിനെ ഉയർത്തി, ഇതെല്ലാം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇത് സാധാരണ കുട്ടിക്ക് സാധിക്കില്ല അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അളക്കുക എന്നുള്ളത്, ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് അളക്കുക എന്നുള്ളത് ഒരിക്കലും ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധ്യമല്ല. കാരണം ഭഗവാൻ തന്നെ പറയുന്നു, എന്റെ വിഭൂതികൾ എന്നുള്ളത് എന്റെ വിഭൂതികളുടെ ഒരു അംശമാണ് ഈ പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കുന്നത്. മമ തേജ അംശസംഭവ, എന്റെ ചെറിയൊരു അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് ആർക്കെങ്കിലും തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അത്രയ്ക്കും ഉന്നതമാണത്. ഇതിവിടെ ബ്രഹ്മാവിന് തിരിച്ചറിഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, എനിക്ക് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഇതൊന്നും തന്നെ വാക്കുകൊണ്ടോ എനിക്ക് ഇതിന്റെ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ സാധ്യമല്ല എന്ന് ബ്രഹ്മാവ് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ബ്രഹ്മാവിന്റെ ഫുള്ളി ശരണാഗതി അവിടെ വെളിപ്പെടുത്തുന്നു. പിന്നെ വരുന്ന മഹാജന്മാരാണ് നാരദ മഹർഷിയാണ്. അപ്പൊ ഇവിടെ നാരദ മഹർഷി, നമുക്കറിയാം നാരദ മഹർഷിയുടെ കുഞ്ഞുനാളുള്ള ചരിത്രങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ നഷ്ടപ്പെട്ടു. അതിനുശേഷം എങ്ങോട്ടൊന്നില്ലാതെ അദ്ദേഹം യാത്രയാകുവാൻ വനത്തിലേക്ക്. കാരണം ആരുമില്ല. ചാതുർമാസ വ്രതം അനുഷ്ഠിച്ച അതീന്ദ്രിയവാദികളെല്ലാം അവരും പോയി. പിന്നെ ആരുമില്ല. കൂടെ ഉണ്ടായിരുന്ന അവരായിരുന്നു. അമ്മ അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ അവരെല്ലാം ആ ചാതുർമാസം കഴിഞ്ഞപ്പോൾ അവർ പല സ്ഥലങ്ങളിലേക്കായി പോയി. അവിടെ കുഞ്ഞായിട്ടുള്ള നാരദൻ ഒറ്റപ്പെട്ടു. അങ്ങനെ വനത്തിലേക്ക് പോവുകയാണ്. എവിടേക്കെന്നില്ലാതെ യാത്ര ചെയ്യുന്ന സമയത്താണ് എന്താണ് ഭഗവാന്റെ ഒരു മുടിയിടയിൽ ദർശനം ലഭിക്കുന്നത്. ആ ദർശനം ലഭിക്കുക മാത്രമല്ല, അപ്പൊ തന്നെ ഭഗവാൻ അപ്രത്യക്ഷമാണ്. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധത്തിൽ 6-ാമത്തെ അധ്യായം 22-ാം ശ്ലോകത്തിൽ പറയാണ്, ഞാൻ ഒരിക്കൽ മാത്രം നിനക്ക് ദർശനം തന്നത് നിനക്ക് എന്നിലുള്ള അഭിലാഷത്തെ വർദ്ധിപ്പിക്കാൻ മാത്രമാണ്. എത്രത്തോളം നീ എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നുവോ അത്രയും നീ ഭൗതിക കൽമഷങ്ങളിൽ നിന്നും സ്വതന്ത്രനാകും. ഇവിടെ നാരദ മഹർഷിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു മാത്ര ദർശനം കൊടുത്തു അപ്രത്യക്ഷമായി. പിന്നെ പൂർണ്ണമായിട്ടും നാരദ മഹർഷി ഭഗവാനിൽ മനസ്സും ശരീരവുമെല്ലാം പ്രതിഷ്ഠിതനാക്കി. എന്താണ് ഇവിടെ ഭഗവാൻ പറയാനുള്ളതെന്ന് നെക്സ്റ്റ് ശ്ലോക 1:6-23. നിരപേക്ഷ സത്യത്തെ സേവിക്കുന്നത് മൂലം അത് അല്പ ദിവസത്തേക്കാണെങ്കിൽ പോലും എന്നിൽ സ്ഥിരവും ദൃഢവുമായ ബുദ്ധിശക്തി ഒരു ഭക്തന് പ്രാപ്തമാക്കുന്നു. തൽഫലമായി പരിതാപാർഹമായ വർത്തമാന ഭൗതിക ലോകങ്ങൾ ഉപേക്ഷിച്ച ശേഷം ആത്മീയ ലോകത്തിൽ എന്റെ സഹകാരി ആവുന്നതിനായി അവൻ മുന്നേറുന്നു. ഇവിടെ നാരദ മഹർഷിയെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. ഒരു മാത്രം ദർശനം കൊടുത്തു, തന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന സാഹചര്യം കൊടുത്തു. പിന്നെ പൂർണ്ണമായിട്ടും നാരദ മഹർഷി തന്റെ ബുദ്ധിയും എല്ലാ കഴിവും എല്ലാം തന്നെ ദൃഢ വിശ്വാസത്തോടു കൂടിയിട്ട് ഭഗവാനിൽ സമർപ്പിതമാക്കി. ഇവിടെ പറയുന്നത്, ഒരു അല്പനേരത്തേക്ക് പോലും ഭഗവാനെ തന്റെ ബുദ്ധിയും ശക്തിയും എല്ലാം ഭഗവാനിൽ കേന്ദ്രീകരിക്കുന്ന പക്ഷം എന്താ സംഭവിക്കുന്നത്? ഒരാൾക്ക് വളരെ പരിതാപകരമായ വർത്തമാന ഭൗതിക സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് ഭഗവാന്റെ സഹചാരി ആവുന്നതിൽ ഒരാൾക്ക് മുന്നേറാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും നാരദ മഹർഷി ഭഗവാന്റെ ചിന്തയിൽ നിമഗ്നനായി. അതുമൂലം എന്താ സംഭവിച്ചത്? പൂർണ്ണമായിട്ടുള്ള ഭൗതിക മാലിന്യങ്ങളും അദ്ദേഹത്തിൽ നിന്നും
ഇല്ലാതായി. ആത്മീയ ശരീരം അദ്ദേഹത്തിന് ആ ഉടലിൽ തന്നെ അദ്ദേഹത്തിന് ആത്മീയ ശരീരത്തിലേക്ക് അദ്ദേഹം പരിവർത്തനം ചെയ്യപ്പെട്ടു. ഇവിടെ നാരദ മഹർഷിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദർശന മാത്രയിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും അദ്ദേഹം ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ശാരീരികമായിട്ടും മാനസികമായിട്ടും പൂർണ്ണമായിട്ടും അദ്ദേഹം ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ സർവ്വ ഭൗതിക മാലിന്യങ്ങളും അദ്ദേഹത്തിന് ഇല്ലാതായി. അദ്ദേഹം ആ ജന്മത്തിൽ തന്നെ നാരദരായിട്ട് ഉയർത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ ശാസ്ത്രങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ശാസ്ത്രങ്ങൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ഇവിടെ നാരദ മഹർഷി മഹാജനമായിട്ട് കണക്കാക്കി. അടുത്തതായിട്ട് പറയുന്നത് ലോർഡ് ശിവ അല്ലെങ്കിൽ മഹാദേവൻ ആലപിച്ച ഗാനമാണ്. മഹാദേവൻ 4-ാമത്തെ സ്കന്ധത്തിലെ 24-ാമത്തെ ശ്ലോകം 59-ാമത്തെ ശ്ലോകത്തില് 4:24-59 എന്താണ് മഹാദേവൻ പറയുന്നത്? ഭക്തിദേവിയാൽ അനുഗ്രഹിക്കപ്പെട്ടാലും ഭക്തിയുടെ സേവന പ്രക്രിയയിൽ ഹൃദയം പരിപൂർണമായി ശുദ്ധമാക്കപ്പെട്ടവനുമായ ഭക്തൻ ഇരുട്ടിന്റെ കിണർ പോലുള്ള ബാഹ്യശക്തിയാൽ പരിഭ്രാന്തനാക്കപ്പെടുന്നില്ല. എല്ലാ ഭൗതിക മാലിന്യങ്ങളും ഈ രീതിയിൽ ശുദ്ധീകരിക്കപ്പെട്ടു കഴിയുമ്പോൾ ഒരു ഭക്തൻ സന്തോഷപൂർവ്വം അങ്ങയുടെ നാമം, യശസ്, രൂപം, കർമ്മങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ മഹാജനമായിട്ടുള്ള മഹാദേവനും എന്താണ് ലക്ഷ്യമിട്ടത്? ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കപ്പെടുന്ന ഭക്തൻ. എങ്ങനെയാണത്? ഭക്തിദേവിയാൽ അനുഗ്രഹത്തോടുകൂടി ഹൃദയം പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുന്ന പക്ഷം ഇരുട്ടിന്റെ കിണർ പോലുള്ള ബാഹ്യശക്തിയാൽ, അതായത് ഈ ബാഹ്യശക്തി എന്നുള്ളത് ഈ ഭൗതിക ലോകം, ഒരു ലോകം അവിടെ നിൽക്കണമെന്ന് ഇരുട്ടിന്റെ കിണർ പോലുള്ള ഈ ബാഹ്യശക്തികൾ പരിഭ്രാന്തരാക്കപ്പെടുന്നില്ല. എല്ലാ മാലിന്യങ്ങളും ഇല്ലാതെ ശുദ്ധീകരിക്കപ്പെട്ട് പൂർണ്ണമായിട്ടും ഭഗവാനിൽ ശരണാഗതികളാൽ തന്റെ ബുദ്ധിയും ശക്തിയും മനസ്സുമെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഭഗവാനെ വ്യാപരിപ്പിക്കാൻ കഴിയും എന്നാണ് ഇവിടെ മഹാജനമായിട്ടുള്ള മഹാദേവൻ പറയുന്നത്. മഹാദേവൻ എന്ന് പറയുമ്പോൾ ഈ ഭൗതിക ലോകത്തിന്റെ അധിപനാണ്. ഈ ഭൗതിക ലോകത്തിന്റെ അധിപൻ എന്ന് പറയുമ്പോൾ ഇവിടെ ചുറ്റുപാടെല്ലാം തന്നെ എന്താണ്? ഈ ഭൗതിക മാലിന്യങ്ങളാണ്. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ ബാഹ്യശക്തി എന്ന് പറയുന്നത് തന്നെ മാലിന്യമാണ്, ജഡവസ്തുവാണ്, ഭൗതിക മാലിന്യമാണ്. ഇവിടെ മഹാദേവനെ സംബന്ധിച്ചിടത്തോളം മഹാദേവൻ ആധ്യാത്മിക ലോകത്തിൽ സദാശിവനായിട്ട് എന്നും നിലകൊള്ളുന്നു. തന്റെ സേവനാർത്ഥം ഈ ഭൗതിക ലോകത്തിൽ മഹാദേവനായിട്ട് ശിവനായിട്ട് വരുന്നു. ശിവന്റെ അതുകൊണ്ടാണ് ശിവനെ എന്ന് പറയുന്നത് ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? പശുപതിനാഥ്. പശുപതിനാഥ് എന്ന് പറഞ്ഞാൽ പശു എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ നാഥൻ. ഈ ഭൗതിക ലോകത്തിലെ ബുദ്ധി അനുസരിച്ച് മൃഗതുല്യമായ ബുദ്ധിയുള്ള ആളുകളാണ് എല്ലാവരും. അതുകൊണ്ടാണ് അവരുടെ എല്ലാം നാഥനാണ് ആര്? ശിവ, മഹാദേവൻ. അതുകൊണ്ടാണ് പശുപതിനാഥ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള മഹാദേവനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക മാലിന്യങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. കാരണം അദ്ദേഹം എറ്റേണലാണ്, സ്ഥായിയാണ്. ഒരു ഉദാഹരണം അതിൽ പറയുന്നുണ്ട്. മഹാദേവന്റെ സ്ഥിതിയെ കുറിച്ച് ശ്രീപ്രഭുപാദ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ജയിൽ എന്ന് പറയുന്നത് ഒരു കാരാഗ്രഹമാണ്. ജയിൽ എന്ന് പറഞ്ഞാൽ കാരാഗ്രഹം. ഈ കാരാഗ്രഹത്തിലുള്ളത് ആരാണ്? ഒരാരൊക്കെ കാണാം? കുറ്റകൃത്യം ചെയ്തവരെ കാണാം. പിന്നെ ആരെ കാണാം? അവരെ നിയന്ത്രിക്കുന്ന ഭരണകർത്താക്കളെ കാണാം. പോലീസ് സൂപ്രണ്ട്, ഇവരെല്ലാം അതിന്റെ ഭാഗമുള്ള ആളുകളാണ്. ഇവിടെ മഹാദേവൻ ഒരു സൂപ്രണ്ടുമാരിയാണ്. കാരണം അദ്ദേഹം ജയിലിനുള്ളിൽ കാണപ്പെടുന്നു. പക്ഷെ അദ്ദേഹം ജയിലിന്റെ ഭാഗമാണോ? ഒരു കുറ്റവാളിയുടെ ഭാഗമാണോ? അല്ല. അതുമാതിരി മഹാദേവൻ ഈ ഭൗതിക ലോകത്ത് കാണപ്പെടുന്നു. ഇവിടെയുള്ള ചുറ്റുപാടുമായിട്ട് അദ്ദേഹം ബന്ധമുണ്ട്. അദ്ദേഹം ശ്മശാനത്തിലാണ് കിടക്കുന്നത്, ഇരിക്കുന്നതെല്ലാം കാണുമ്പോൾ ആരും തന്നെ ഇഷ്ടപ്പെടില്ല.
ഇതെല്ലാം നമ്മൾ ദക്ഷ പ്രജാപതിയുടെ കഥ ഇതെല്ലാം നമ്മൾ കേട്ടതാണ്. പക്ഷെ അദ്ദേഹം ഈ ഭൗതികമായിട്ടുള്ള ഈ ഇത്തരം മാലിന്യങ്ങളുടെ ഭാഗമാണോ? അല്ല. അദ്ദേഹം സർവമംഗളകാരിയാണ്. അദ്ദേഹം ഈ എങ്ങനെയാണോ ഒരു ജയിൽ സൂപ്രണ്ട് ജയിലിന്റെ ഭാഗമല്ലാതിരിക്കുന്നത്, അതേമാതിരി മഹാദേവൻ ഈ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ല. അദ്ദേഹം തികച്ചും ആധ്യാത്മിക ലോകത്തിന്റെ ഭാഗമാണ്. സദാശിവ രൂപത്തിൽ അദ്ദേഹം എന്നും അവിടെ നിലകൊള്ളുന്നു ആധ്യാത്മിക ലോകത്തില്. അതുകൊണ്ട് മഹാദേവനെ ഈ ഭൗതിക മാലിന്യങ്ങൾ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും ഇത്തരം ചുറ്റുപാടിലും പൂർണ്ണമായിട്ടും അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ ദിവനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സദാ ഭഗവാന്റെ സേവനത്തിലാണ് മഹാദേവൻ ഇരിക്കുന്നത്. അദ്ദേഹം ജപിക്കുന്നത് ചിലപ്പോൾ ഒരു ശ്മശാനത്തിൽ ഇരുന്നുകൊണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന് ഭൗതിക മാലിന്യങ്ങൾ ബാധിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഭക്തി ജീവിയാൽ അനുഗ്രഹിക്കപ്പെട്ടവനും ഭക്തിയുടെ സേവന പ്രക്രിയയിൽ ഹൃദയം പരിപൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടവനായ ഭക്തൻ ഇരുട്ടിന്റെ കിണർ പോലുള്ള ബാധ്യശക്തിയാൽ പരിഭ്രാന്തനാക്കപ്പെടുന്നില്ല. ഈ ഭൗതിക ലോകത്തില് ഭക്തിയുടെ സേവന പ്രക്രിയയിൽ ഏർപ്പെടുന്ന പക്ഷം ഒരു വ്യക്തിയും തന്നെ ഈ ഭൗതിക ലോകത്തിലെ മാലിന്യങ്ങളിൽ പെട്ട് കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അതിൽ പെട്ടുപോകുന്നില്ല എന്നാണ് ഇവിടെ നമുക്ക് മഹാദേവനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അടുത്ത 4 കുമാരന്മാരാണ്. 4 കുമാരന്മാർ പൃഥു മഹാരാജാവിന് ഉപദേശം നൽകുകയാണ്. 4-ാമത്തെ സ്കന്ധം 22-ാമത്തെ ശ്ലോകത്തിൽ 39-ാമത്തെ ശ്ലോകം, 4:22 അധ്യായം 39-ാമത്തെ ശ്ലോകം എന്താ പറയുന്നത്? ഭഗവാന്റെ പാദപത്മങ്ങളുടെ പങ്കജങ്ങളുടെ സേവനത്തിൽ സദാ മുഴുകിയിട്ടുള്ള ഭക്തർക്ക് ഫലകാംക്ഷ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളുടെ കടുംകെട്ടുകൾ നിഷ്പ്രയാസം ഭേദിക്കാൻ കഴിയും. ഇത് വളരെ കഠിനമാകയാൽ അഭക്തന്മാർ, ജ്ഞാനികളും യോഗികളും ഇന്ത്യാസ്വാദനത്തിൽ തിരമാലകളെ ഇല്ലാതാക്കാൻ എത്ര യത്നിച്ചാലും അവർക്കതിന് കഴിയില്ല. ആയതിനാൽ നീ വാസുദേവപുത്രനായ കൃഷ്ണന്റെ ഭക്തിയുടെ സേവനത്തിൽ മുഴുവൻ ഞാൻ ഉപദേശിക്കുന്നു. അതാണ് ഈ ഭൗതിക ലോകത്തിലുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് തിരമാലകളോടാണ് ഇവിടെ ഉപമിക്കുന്നത്. അപ്പൊ ഈ ഭൗതികാസ്വാദനത്തിലെ അല്ലെങ്കിൽ ഭൗതിക ആഗ്രഹങ്ങൾ എപ്പോഴും തിരമാലകൾക്ക് തുല്യം വന്നുകൊണ്ടേയിരിക്കും. തിരമാലകൾക്ക് എപ്പോഴെങ്കിലും അവസാനമുണ്ടോ? ഒരു തിരമാല വന്നാൽ വീണ്ടും അടുത്ത തിരമാലകൾ വരും. അതിനൊരിക്കലും തന്നെ അറിയില്ല. ഇവിടെ കുമാരന്മാരെ സംബന്ധിച്ചിടത്തോളം 4 കുമാരന്മാർ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാർ അവർ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. വൈകുണ്ഠത്തിൽ ചെന്നു അവർ വൈകുണ്ഠ കവാടത്തിൽ അവരെ കടന്നു. ആരാണ് കടഞ്ഞത്? ജയവിജയന്മാർ കടന്നു. ജയവിജയന്മാർക്ക് അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. പക്ഷെ കുമാരന്മാർ ആരാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇത് ഭഗവാൻ അറിയാം. ഭഗവാൻ കേട്ടി അവർ വന്നിട്ടുണ്ട്. ഇവർ കടഞ്ഞ വിവരമെല്ലാം ഭഗവാൻ അറിയുന്ന മനസ്സിലാക്കി. അവർ വന്നത് ശ്രേഷ്ഠന്മാരാണെന്ന് ഭഗവാൻ മനസ്സിലാക്കി. ഭഗവാൻ ഗേറ്റിലേക്ക് വരികയാണ് ഇവരെ സ്വീകരിക്കാനായിട്ട്. കുമാരന്മാരോട് മാപ്പ് പറയുകയാണ്. കാരണം ഭഗവാന്റെ ഗേറ്റ് കീപ്പേഴ്സ് ആരാണ്? ഭഗവാന്റെ സേവകരാണ്. അവർ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നു ഭഗവാൻ. കാരണം ഇത്തരം ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ മനസ്സിലാക്കാതെ തന്റെ സേവകർ അങ്ങേ കടന്നു എന്നുള്ളത് കൊണ്ട് അത് തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കുകയാണ്. അങ്ങനെ അവര് ആനയിച്ചുകൊണ്ട് ഭഗവാന്റെ ആ കണ്ട മാത്രയിൽ തന്നെ ഭഗവാന്റെ പാദത്തിലുള്ള ആ തുളസി ദളം ദർശിച്ച മാത്രമല്ല, അല്ലെങ്കിൽ അത് ആശ്വസിച്ച മാത്രയിൽ തന്നെ ഇവരുടെ ഭക്തി അല്ലെങ്കിൽ ഭഗവാനോടുള്ള ആ വ്യക്തിരൂപത്തിലുള്ള ആകർഷണം അവർക്ക് വളരെ വളരെ ഉന്നതമായിട്ട് വർദ്ധിച്ചു. ഇവർ ആദ്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ബ്രഹ്മജ്ഞാനികളാണ്. ഇവർ ഭഗവാന്റെ സമീപത്തെത്തി ഇവര് ഭഗവാന്റെ ആ പാദത്തിലുള്ള തുളസീദളം, ആ തുളസീദളത്തിന്റെ ആ ഗന്ധം ആസ്വദിച്ച മാത്രയിൽ തന്നെ ഇവർ ആരായി മാറി? വ്യക്തിഗതവാദികളായി മാറി. ഭഗവാന്റെ പൂർണ്ണ രൂപത്തെ അവർ അതേപടി സ്വീകരിക്കാനും അത് മനസ്സിലാക്കാനും ഭഗവാന്റെ രൂപത്തിൽ ആകൃഷ്ടരാകാനും സാധിച്ചു എന്നാണ് പറയുന്നത്. അതാണ് മഹാജനങ്ങളായിട്ടുള്ള 4 കുമാരന്മാരുടെ കഥകളായിട്ട് പറയുന്നത്.
ലോർഡ് കപിലദേവൻ, ടീച്ചിങ് ഓഫ് ലോർഡ് കപില, ദേവഗുരുവിന്റെ പുത്രൻ. ഇവിടെ മൂന്നാമത്തെ സ്കന്ധത്തിലെ 25-25 അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകത്തില് ഭക്തിയുത സേവനത്തിന്റെ മഹത്വങ്ങളെ കുറിച്ചാണ് കപിലദേവൻ അമ്മയായിട്ടുള്ള ദേവഗുരുവിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറയുന്നത്? പരിശുദ്ധ ഭക്തന്മാരുമായിട്ടുള്ള സഹവാസത്തിൽ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ ലീലകളെ പറ്റിയുള്ള സംവാദങ്ങളിൽ കാതിനും ഹൃദയത്തിനും ആഹ്ലാദവും സംതൃപ്തിയും ലഭിക്കും. അത്തരം ജ്ഞാനത്തിനുള്ള നിലനിൽക്കുന്നതിലൂടെ ഒരുവൻ ക്രമാനുഗതമായി മോചനത്തിന്റെ മാർഗത്തിൽ പുരോഗമിക്കുന്നു. അനന്തരം സ്വതന്ത്രനാവുകയും അവന്റെ ആകർഷണം അതിൽ ദൃഢമാവുകയും ചെയ്യുന്നു. യഥാർത്ഥ ഭക്തി ഇത് സേവനം അപ്പോൾ ആരംഭിക്കുന്നു. ഇവിടെ ശാസ്ത്രത്തിന്റെ വളരെ പരമമായിട്ടുള്ള ഒരു പൊരുമാനത്തെ കപിലദേവൻ ദേവഗുരുവിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറയുന്നത്? പരിശുദ്ധ ഭക്തന്മാരുമായിട്ടുള്ള സഹവാസം. പിന്നെന്താണ്? പരമദിവ്യോത്തമ പുരുഷന്റെ ഭഗവാന്റെ ലീലകളെ പറ്റിയുള്ള സംവാദങ്ങൾ. അതായത് ഭക്തന്മാരുമായിട്ട് സംഘം ചെയ്യുക, ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് പരമമായിട്ട് ഒരാൾക്ക് ചെയ്യാനുള്ളത്. സാധാരണഗതിയിൽ ഭക്തന്മാരെല്ലാം സംഗമിക്കുന്ന സമയത്ത് അവര് തമ്മിൽ സംസാരിക്കുന്നത് ഭഗവാനെ കുറിച്ചാണ്. അപ്പൊ ഭഗവാന്റെ ലീലകളെ കുറിച്ചുള്ള സംവാദങ്ങൾ ഇതാണ് ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും അവരുടെ ഹൃദയത്തിന് ആഹ്ലാദവും സംതൃപ്തിയും നൽകുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് എന്ത്? ഒരുവന് മോചനത്തിനുള്ള വഴി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? പിന്നെന്താണ്? അനന്തരം എന്താ സംഭവിക്കുന്നത്? അവര് മോചനമാർഗത്തിൽ പുരോഗമിക്കുന്നു, സ്വതന്ത്രനാകുന്നു. എങ്ങനെ സ്വതന്ത്രനാകുന്നു? ഈ ഭൗതിക ലോകത്തിൽ നിന്ന് അവർക്ക് വിടുതൽ കിട്ടുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നുള്ളത് ഭൗതിക ലോകത്തിൽ നിന്നുള്ള വിടുതലാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതും ചെയ്യുക തന്നിഷ്ടപ്രകാരം എന്നുള്ളതാണ് ഭൗതിക ലോകത്തിലുള്ള സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും വേണം എന്ന് പറയുന്ന സ്വാതന്ത്ര്യം കാരണം എനിക്ക് എന്ത് ഇഷ്ടപ്രകാരം പ്രവർത്തിക്കണം. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നുള്ളത് ഈ ഭൗതിക ലോകത്തിൽ നിന്നുള്ള വിടുതലാണ്. അതിനർത്ഥമില്ല ആധ്യാത്മിക ലോകത്തിൽ പോയിട്ട് തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുക എന്നുള്ളത്. അവിടെ കൃഷ്ണബോധത്തിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധത്തിൽ പ്രവർത്തിക്കുന്നത് തികച്ചും സ്വാതന്ത്ര്യത്തോടാണ്. അവിടെ തെറ്റുകളില്ല. ഒരു കുട്ടി ഉത്തരവാദിത്വ ബോധം വന്നു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്നതെല്ലാം അച്ഛനമ്മയ്ക്കും ഇഷ്ടമാകും. ഇല്ല എന്ന് പറഞ്ഞാൽ അവന്റെ സ്വാതന്ത്ര്യത്തിൽ ചില നിബന്ധനകളുണ്ടാവും. ബോധം ഉയർന്ന ചിന്തയോടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളത് വിട്ടുകൊടുക്കും. അതുമാതിരി ഈ ഭൗതിക ലോകത്തില് നമുക്ക് നിയമങ്ങളും നിബന്ധനകളും എല്ലാം ഉണ്ട്. കാരണം എന്താണ്? നാം സ്വതന്ത്രരാകണം. എപ്പോൾ കൃഷ്ണാവബോധത്തിൽ നാം ഉദ്ധരിക്കുന്നുവോ ആ സമയത്ത് നമ്മൾ സ്വതന്ത്രരാകുന്നു. നമുക്ക് സ്വയം പ്രവർത്തിക്കാനുള്ള പ്രാപ്തി ലഭിക്കുന്നു എന്നർത്ഥം. ആ സന്ദർഭത്തിലാണ് നമ്മൾ പറയുന്നത് യഥാർത്ഥ ഭക്തിയും ഭക്തിയുടെ സേവനവും ഒരു വ്യക്തിക്ക് ആരംഭിക്കുന്നത് ഒരു പ്രാരംഭ ഘട്ടമാകുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ നിയമനിബന്ധനകൾക്ക് വഴങ്ങാതെ നാം ചെയ്യുന്നതൊന്നും തന്നെ ഭക്തിയുടെ സേവന പ്രക്രിയയല്ല എന്നാണ് പറയുന്നത്. ശ്രീപ്രഭുപാദ് പറയുന്നത് എന്താണ്? ശ്രീപ്രഭുപാദ് പറയുന്നത് ഭാവാർത്ഥത്തില് കൃഷ്ണാവബോധത്തിലും ഭക്തിയുടെ സേവനത്തിലും പുരോഗതി കൈവരിക്കാനുള്ള പ്രക്രിയയാണ് ഇവിടെ വിവരിക്കുന്നത്. കൃഷ്ണാവബോധത്തിലുള്ളവരും ഭക്തിയുടെ സേവനത്തിനുമായ വ്യക്തിത്വങ്ങളുമായി ഇടപഴകുക ഡിവോട്ടി അസോസിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഭക്തിയുടെ സഹവാസം അല്ലെങ്കിൽ ഭക്തന്മാരുമായിട്ട് സഹവാസം കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ഭഗവാന്റെ ദിവ്യകർമ്മങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാന്റെ ദിവ്യകർമ്മങ്ങളും ദിവ്യലീലകളെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭക്തന്മാരുമായിട്ടുള്ള സഹവാസം നിർബന്ധമാണ്. അങ്ങനെ അതിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് തെറ്റുവാദേഹം പുനർജന്മ അല്ലാത്ത പക്ഷം ഇത്
എങ്ങനെയാണോ ബ്രഹ്മാവിന് അബദ്ധം പറ്റി, അതുപോലെ തന്നെ പിന്നെ ആർക്കാണ് അബദ്ധം പറ്റിയത്? എന്തിനാണ് അബദ്ധം പറ്റി? ഇതെല്ലാം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അറിയപ്പെടുന്ന അബദ്ധങ്ങളാണ്. ഇന്ദ്രൻ തെറ്റിദ്ധരിച്ചു, ബ്രഹ്മാവ് തെറ്റിദ്ധരിച്ചു. കാരണം എന്താണ്? ഭഗവാൻ ഒരു സാധാരണ കുട്ടിയെ പോലെയാണ് ഇതെല്ലാം ചെയ്തത്. ഭഗവാന്റെ ആ ദിവ്യലീലകളാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവർക്ക് തെറ്റുപറ്റി. അതാണ് ജന്മകർമ്മ ദിവ്യം ഏവം യോഗ്യക്ക് തത്വദാനം. ഭഗവാന്റെ ജന്മത്തിന്റെയും കർമ്മത്തിന്റെയും ആ ദിവ്യത്വം ആര് മനസ്സിലാക്കുന്നുവോ അവർക്ക് ഈ ഭൗതിക ബന്ധനത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു. അതിനർത്ഥം അവര് പരമമായ ധാമത്തിൽ ഭഗവാന്റെ സന്തത സഞ്ചാരിയായിട്ട്, ഭഗവാന്റെ സേവകരായിട്ട് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇതാണ് കപിലദേവൻ ദേവഭൂതിക്ക് ഉപദേശിച്ചത്. ഇതെല്ലാം ഓരോരുത്തരും ഫോക്കസ് ചെയ്യുന്നത് ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതികളാണ് മഹാജനങ്ങളെല്ലാം തന്നെ പഠിപ്പിക്കുന്നത്. അടുത്തത് സ്വയംഭൂമനുമാണ്. സ്വയംഭൂമനു ധ്രുവ മഹാരാജാവിനെ ഉപദേശിക്കുന്നതാണ്. 4ാമത്തെ സ്കന്ധത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സ്വയംഭൂമനുവിനെ ധ്രുവ മഹാരാജാവിനെ ഉപദേശിക്കുകയാണ്. എന്താണ് ധ്രുവ മഹാരാജാവിനെ ഉപദേശിക്കുന്നത്? ധ്രുവ മഹാരാജാവിന്റെ സഹോദരനെ യക്ഷന്മാരെ ഒരിക്കുകയുണ്ടായി. ഇതിൽ കോപിതനായിട്ടുള്ള ധ്രുവൻ രാജാവാണ്, ക്ഷത്രിയ ധർമ്മമാണ്. അദ്ദേഹം യക്ഷന്മാരെ കൊന്നൊടുക്കാൻ തുടങ്ങി. യക്ഷന്മാർ കൂടുതലും മഹാദേവന്റെ ഭക്തന്മാരാണ്. ധ്രുവ മഹാരാജ് ഓരോന്നോരോന്നായിട്ട് യക്ഷന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. ക്രമത്തിലതീതമായിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പിതാമഹൻ സ്വയംഭൂ എന്ന് അവിടെ വരുന്നതും ധ്രുവ മഹാരാജാവിനെ ഉപദേശിക്കുന്നത്. എന്താ പറയുന്നത്? ധ്രുവ മഹാരാജനോട് പറയാ എന്താണ്? ഭഗവാന്റെ ഭക്തൻ അറിയാം. ധ്രുവ മഹാരാജ് വളരെയധികം ദൃഢമുള്ള ഒരു ഭക്തനാണ്, ദൃഢതയുള്ള ഒരു ഭക്തനാണ്. ഒരു നൂലിഴക്കി കഴിക്കാതെ ഭഗവാനെ സ്മരിച്ച് ഭഗവാന്റെ ദർശനം നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ തപസ്സുകൾ എന്നെല്ലാം നമുക്ക് കേട്ടിട്ടുണ്ട് ചരിത്രത്തിൽ. ഇവിടെ ധ്രുവ മഹാരാജ് ഉപദേശിക്കുന്നത് സ്വയംഭൂമൻ എന്താ പറയുന്നത്? ഭഗവാന്റെ ഭക്തൻ മറ്റുള്ളവരോട് സഹിഷ്ണുതയോടും കാരുണ്യത്തോടും തുല്യതയോടും പെരുമാറുമ്പോൾ ഭഗവാൻ ആ ഭക്തന് വളരെ സംതൃപ്തനായിത്തീരും. നീ ഭഗവത് ഭക്തനാണ്, ഇവിടെ എന്തെല്ലാം വേണം? ഇതെല്ലാം ഗുണങ്ങളും ഉണ്ട് ധ്രുവ മഹാരാജാവിന്. പക്ഷെ ഇവിടെ ഓർമ്മപ്പെടുത്താൻ എന്താണ്? സഹിഷ്ണുതയോടും കാരുണ്യത്തോടും തുല്യതയോടും പെരുമാറണം. കാരണം എല്ലാവരും ഭഗവത് അംശങ്ങളാണ്. അങ്ങനെയുള്ള അത്തരം മനോഭാവത്തിൽ ഭഗവാൻ വളരെ ആ വ്യക്തിയിൽ സംപ്രീതനാകുന്നു. ഇവിടെ ഭഗവാന്റെ പരമോന്നത ഗീതാ ഉപദേശം അത് തന്നെയാണ്. ഇവിടെ ഭഗവാൻ ഭക്തന്മാരുടെ സദ്ഗുണങ്ങളെ എടുത്തു കാണിക്കുകയാണ്. എന്താ പറയുന്നത്? ഭഗവത്ഗീതയിൽ തന്നെ ശ്ലോകം 12ാമത്തെ അധ്യായത്തില് 13-14 ശ്ലോകങ്ങൾ പറയുന്നതാണ്. ഏറ്റവും കൂടുതൽ ഭഗവാൻ ഇതിന് സംപ്രീതനാണ്. ഈ ഒരു ശ്ലോകം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഈ ശ്ലോകവും ഇതിന്റെ ഭാവാർത്ഥം നമ്മൾ വായിച്ചാൽ അറിയാൻ പറ്റും. പൂർണ്ണമായിട്ടും ആ വ്യക്തി ഭഗവാനെ സ്നേഹിക്കാൻ പ്രാപ്തമാക്കും. എന്താണ്? അധ്യുഷ്ട സർവഭൂതാനാണ്. ഈ പ്രധാനപ്പെട്ട പല ഗുണങ്ങളും, ആവശ്യമായിട്ടുള്ള ഗുണങ്ങളും വെളിപ്പെടുത്തുന്നു. ഒരു ഭക്തൻ എങ്ങനെ ഈ സമൂഹത്തോട് അല്ലെങ്കിൽ നമ്മുടെ സഹചാരികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതെല്ലാം പറയുന്നുണ്ട്. അധ്യുഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഈവച നിർമ്മമ നിരഹങ്കാര സമദുഃഖ സുരക്ഷിണി സന്തുഷ്ട സതതം യോഗി ഏ ആത്മാ വിഹനച്ച് വൈയർപ്പിതമോ ബുദ്ധി ഭക്തസമീപിക്കുക. അതായത് അധ്യുഷ്ട, ആരോടും വെറുപ്പില്ലാതെ, എന്താണ് ശ്ലോകം? മൈത്ര കരുണ, എല്ലാവരോടും മിത്രഭാവത്തില് കാരുണ്യം കാണിക്കണം. എല്ലാവരോടും. കാരണം എന്താണ്? എല്ലാവരും ജീവാംശങ്ങളാണ്. എല്ലാവരും ആന്തരികമായിട്ട്
ഭഗവാന്റെ സേവകരാണ്, കൃഷ്ണാവബോധമുള്ളവരാണ് ഈ ഭൂമുഖത്തുള്ള സർവ്വജീവജാലങ്ങൾ. അപ്പോൾ ഒരു മഹാജനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വയംഭൂമനെ എന്തുകൊണ്ട് ഇത് പറയുന്നു? ഇത് അദ്ദേഹം ശാസ്ത്രത്തിന്റെ പൊരുൾ അറിയാവുന്നത് കൊണ്ടാണ്. സർവ്വജീവജാലങ്ങളും ഭഗവതംശമാണ്. എല്ലാവരും ജീവസൃഷ്ടിയിൽ എല്ലാ ജീവാംശങ്ങളും ഭഗവാന്റെ സേവകരാണ്. അതുകൊണ്ടാണ് സ്വയംഭൂ ഇവിടെ ഇത് പറയുന്നത്. ഈ ഗുണങ്ങളെല്ലാം ഒരു ഭക്തനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലും അവരുടെ സഹിഷ്ണുത എല്ലാവരോടും കാണിക്കണം, സമഭാവത്തോടും പെരുമാറണം, മൈത്ര കരുണ എല്ലാവരോടും കാരുണ്യം കാണിക്കണം. നിർമ്മമ ഞാനെന്നുള്ള അഹങ്കാരം പാടില്ല, നിരഹങ്കാര ഞാനെന്ന ഭാവം, അഹങ്കാരത്തോട് വിദ്യാഹങ്കാരം, നിരഹങ്കാരം എന്ന വിദ്യാഹങ്കാരം പാടില്ല. പിന്നെന്താണ് സമ ദുഃഖ, അതായത് സുഖത്തിലും ദുഃഖത്തിലും സമഭാവന ഉണ്ടാവണം. ഇതെല്ലാം ആരെ പഠിപ്പിക്കുന്നത്? ധ്രുവ മഹാരാജാവിനെ പഠിപ്പിക്കുന്നത്, ഓർമ്മപ്പെടുത്തുകയാണ്. ധ്രുവ മഹാരാജാവ് ഉത്തമ ഭക്തനാണ്. ഈ സദ്ഗുണങ്ങളെല്ലാം അദ്ദേഹത്തിലുണ്ട്. പക്ഷെ ഒരു ക്ഷത്രിയ ധർമ്മം എന്ന നിലയിൽ തന്റെ സഹോദരനെ വധിച്ച ആ യക്ഷന്മാരെ വധിക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് ക്രമത്തിൽ അതീതമായപ്പോൾ സ്വയംഭൂവിനോട് നേരിട്ട് വന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെല്ലാം ഒരു ഭക്തന്റെ ലക്ഷണങ്ങളാണ്, നീ ഇതിൽ നിന്ന് പിന്തിരിയണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ ധർമ്മം അധർമ്മം എന്താണെന്ന് ഇവിടെ സ്വയംഭൂമനും ധ്രുവ മഹാരാജനെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്ലോകങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ അദ്ദേഹം ധർമ്മം പുനഃസ്ഥാപിക്കാൻ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുകയാണ് ധ്രുവ മഹാരാജന് ചെയ്യുന്നത്. അപ്പോ ദേഷ്യം ആവാം, അതിനർത്ഥമില്ല വൈഷ്ണവർ ഭക്തന്മാരെല്ലാത്തിനും സഹിഷ്ണുത കാണിച്ച് ഇങ്ങനെ തലകുനിച്ച് നിൽക്കുക എന്നുള്ളത് അതല്ല ശാസ്ത്രത്തിൽ പ്രഭുപാദ് എന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ നാം പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഭഗവത്ഗീതയും അത് തന്നെയാണ് സിദ്ധാന്തിക്കുന്നത്. ദണ്ഡനം ആവശ്യമാണ്. മഹാഭാരത യുദ്ധം നടന്നു തന്നെ ധർമ്മത്തിന് വിപരീതമായി പ്രവർത്തിച്ചപ്പോൾ വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ സന്ധി സംഭാഷണം കൊണ്ടെല്ലാം തന്നെ യാതൊരു രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അവിടെ എന്താവശ്യമായി വന്നു? ദണ്ഡനം ആവശ്യമായി വന്നു. ധർമ്മഭക്തനായ അർജുനന്റെ അടുത്ത് എന്താ പറഞ്ഞത്? യുദ്ധം ചെയ്യാനാണ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ദണ്ഡനം ആവശ്യമാണ്, യുദ്ധം ആവശ്യമാണ്, ദേഷ്യം ആവശ്യമാണ്. അതെന്തിനു തരുന്നതായിരിക്കണം? ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കണം. അല്ലാത്ത ദേഷ്യം എന്നുള്ളത് എന്തായിരിക്കും? അതിന്റെ പുറകിലെ ലക്ഷ്യം തന്റെ സംതൃപ്തി അതിലുണ്ടാവും. അപ്പൊ ഇവിടെ എപ്പോ ദേഷ്യപ്പെടണം, എപ്പോ ദേഷ്യപ്പെടാൻ പാടുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ഒന്ന്, അവിടെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അല്ലെ, ഹനുമാൻ ലങ്ക കത്തിച്ചു, ഭഗവാൻ വളരെ സന്തോഷവാനായി. ഞാൻ പറയാത്ത കാര്യം ചെയ്തു, എന്റെ ലിസ്റ്റിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എക്സ്ട്രാ സർവീസ് ആണത്. ലങ്ക കത്തിച്ചത് എക്സ്ട്രാ സർവീസ് ആണ്. അവിടെ കോപത്തോടു കൂടിയാണ് ഹനുമാൻ അത് ചെയ്തത്. അപ്പോ ഭഗവാന്റെ സംതൃപ്തി ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് ദേഷ്യപ്പെട്ടു എന്നുള്ളത് അത് അവരോടുള്ള കാരുണ്യമാണ്. ദണ്ഡനം എന്നുള്ളത് ഒരു വ്യക്തിക്ക് കിട്ടുന്ന കാരുണ്യമാണ്. അവന്റെ ബോധത്തിലുള്ള ആ മിഥ്യാവബോധം ഇല്ലാതാവുകയാണ് ദണ്ഡനത്തിലൂടെ ചെയ്യുന്നത്. ഭഗവാൻ ഓരോ അസുരന്മാരെയും ഗത കൊണ്ട് അടിക്കുന്നു. എവിടെയാണ് അടിക്കുന്നത്? അവന്റെ മിഥ്യാബോധത്തിലാണ് അടികൊടുക്കുന്നത്. ഭഗവാനെ മറന്നുകൊണ്ടുള്ള ചിന്തയാണ് ആ മിഥ്യാബോധം എന്നുള്ളത്. ആ ദണ്ഡനം ആ ബോധത്തിൽ, മിഥ്യാബോധത്തിൽ അടികിട്ടുമ്പോൾ തന്നെ ഭഗവാനെ സ്മരിക്കുന്നു. ആ സ്മരണ കൊടുക്കുന്നത് കാരുണ്യമല്ലേ? അത് ഭഗവാന്റെ കാരുണ്യമാണ്. അവിടെ താൻ ആരാണെന്ന് ബോധ്യപ്പെടുന്നു, ഭഗവാൻ ആരാണെന്ന് ബോധ്യപ്പെടുന്നു. ആ സമയത്ത് ഏത് കുറ്റവാളിക്കും എന്ത് കിട്ടുമ്പോൾ സത്യം തന്നെ തുറന്ന് പുറത്തു വരും. ഞാനാണ് കള്ളൻ, ഞാനാണ് മോഷ്ടിച്ചെന്ന് പറയും. അതുവരെ ഞാനല്ല എന്ന് പറയും. അതുമാതിരി ദണ്ഡനവും ഒരു കാരുണ്യമാണ്. ഇവിടെ ദണ്ഡനം കൊടുത്തു, വേണ്ടത്ര
ഇനി മതിയാക്കാൻ വേണ്ടി സ്വയംഭൂവിൽ പറയുകയാണ്. പ്രത്യേകിച്ചും യക്ഷിമാരെല്ലാം തന്നെ മഹാദേവന്റെ ഭക്തന്മാരും കൂടിയാണ്. ഇതാണ് സ്വയംഭൂമനും ഒരു മഹാജനമായിട്ടൂടെ ഇത്തരം ഉപദേശങ്ങളിലൂടെയാണ് അദ്ദേഹം ഒരു സ്വയം മഹാജനമായിട്ട് കണക്കാക്കുന്നത്. നമുക്ക് അവസാനിപ്പിക്കാം ഒരു 10 മിനിറ്റ്സിന്റെ. അടുത്തത് പ്രഹ്ലാദ് മഹാരാജ്. പ്രഹ്ലാദന്റെ പ്രഹ്ലാദ് മഹാരാജാവിന്റെ ഉപദേശങ്ങളെല്ലാം നമുക്ക് എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഭഗവാനെ ശാന്തനാക്കുന്നു. ഇവിടെ എല്ലാവരും ഭഗവാനെ ഫോക്കസ് ചെയ്യുന്നു, എല്ലാ മഹാജനങ്ങളും. ഇവിടെ ഭഗവാൻ സ്വയം പ്രഹ്ലാദനിൽ അടിയറവ് പറയുന്നു. എത്ര ഉയർന്ന ഭക്തനാണ് പ്രഹ്ലാദൻ മഹാൻ. ഭഗവാനെ തന്റെ പ്രാർത്ഥനയുടെ ശാന്തനാണ്. ഈ ഭൗതിക ലോകത്തിൽ ഭക്തൻ എങ്ങനെയിരിക്കണം? അല്ലയോ മഹാവ്യക്തികളിൽ ശ്രേഷ്ഠനായ ഞാൻ ഭൗതിക അസ്തിത്വത്തെ ഒട്ടും ഭയപ്പെടുന്നില്ല. ഭഗവാനോട് പറയാണ്, ഭഗവാനെ ഞാൻ ഭൗതിക അസ്തിത്വത്തിൽ ഒട്ടും ഭയപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ എവിടെയാണെങ്കിലും അങ്ങയുടെ മഹിമാനാമങ്ങളും കർമ്മങ്ങളെയും കുറിച്ചുള്ള ചിന്തയിൽ ഞാൻ എപ്പോഴും ലീനനായിരിക്കും. ഈ ഭൗതിക ലോകത്തില് ഒരിക്കലും തന്നെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഇവിടെ ഭഗവാനെ പ്രകീർത്തിക്കുകയാണ്. ഞാൻ അങ്ങയുടെ നാമം ജപിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും ഭൗതിക ലോകത്തില് എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. കാരണം എപ്പോഴെല്ലാം നാം ഭഗവാനെ സ്മരിക്കുന്നുവോ ആ സമയത്തെല്ലാം തന്നെ നമ്മളിലുള്ള അജ്ഞത നമ്മളിൽ നിന്നും ഇല്ലാതാവുന്നു. ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ എങ്ങനെ ഇരുട്ടില്ലാതാവുന്നുവോ അതുമാതിരി ഭഗവത് നാമം ജപിക്കുന്ന സമയത്ത് നമ്മളുടെ ഭീതി ഇല്ലാതാവുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ പ്രഹ്ലാദ് മഹാരാജ് എന്തുകൊണ്ട് പറയുന്നു? പ്രഹ്ലാദ് മഹാരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഓരോ നിമിഷവും ഈ ഭൗതിക ലോകത്തിന്റെ ചുറ്റുപാട് അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതെല്ലാം ക്ലേശങ്ങളുടെ നടുവിലായിരുന്നു പ്രഹ്ലാദ് മഹാരാജ് നിന്നിട്ട്. പക്ഷെ ഏതെങ്കിലും സമയത്ത് അദ്ദേഹം അസംതൃപ്തനായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. കാരണം എല്ലാ സമയത്തും ഭഗവാന്റെ നാമം നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഞാൻ ഭൗതികാസ്തിത്വത്തിന് ഒട്ടും തന്നെ ഭയപ്പെടുന്നില്ല. കാരണം ഞാൻ ഈ ഭൗതിക ലോകത്തെ ഭഗവാന്റെ നാമം ജപിക്കുന്നതിലൂടെ ഞാൻ അതിജീവിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത വിഷയം പ്രഭുപാദ് കമന്റ് ചെയ്യുന്നത് അല്ല, പ്രഹ്ലാദ് മഹാരാജ് തന്നെ പറയാൻ എന്താണ്, എനിക്ക് ആകെ ഒരേ ഒരു വിഷമമേ ഉള്ളൂ. ഞാൻ സദാ ആനന്ദത്തിലാണ്. അങ്ങയുടെ നാമം എനിക്ക് ഭൗതിക ലോകത്തിൽ പേടിയില്ല. എന്താണ് വിഷമം? എന്താണ്? തങ്ങളുടെ കുടുംബങ്ങളെയും സമുദായങ്ങളെയും രാജ്യങ്ങളെയും സംരക്ഷിക്കുന്നതിന് വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന വിഡ്ഢികളെയും കൊള്ളരുതാത്തവരെയും കുറിച്ച് മാത്രമേ എനിക്ക് ഉൾപ്പെടേയുള്ളൂ. ഏത് ആളുകളാണ് വിഡ്ഢികളും കൊള്ളരുതാത്തവരുമായിട്ടുള്ള ആളുകൾ? പൂർണ്ണമായിട്ടും ഭൗതിക ചിന്തയിൽ നിറഞ്ഞതായിട്ടുള്ള ആളുകളെ കുറിച്ച് ഓർക്കും മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. കാരണം എന്താണ്? ഇതൊരു മഹാഭക്തന്റെ ലക്ഷണമാണ്. മറ്റുള്ളവരുടെ ഇത്തരം അധപ്പതിച്ച സ്ഥിതിയിൽ കഴിയുന്നവരെ കണ്ടിട്ടുള്ള വിഷമം. ശിവപ്രഭുപാദ് എല്ലാ സമയത്തും പറയുന്ന പരാദുഃഖി. മറ്റുള്ളവർ അനാവശ്യമായി ദുഃഖിക്കുകയാണ് ഈ ഭൗതിക ലോകത്തില്. എന്തിനു വേണ്ടിയിട്ടാണ്? കുടുംബം, സമുദായം, രാജ്യം ഇതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് സദാ വിലപിക്കുന്നവരെ അതൊന്നും തന്നെ ഒരു പരിസമാപ്തിയില്ല, ഒന്നും തന്നെ അവർക്ക് പൂർണ്ണമായിട്ട് നിറവേറ്റാൻ സാധിക്കുന്നില്ല. ഇതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് സമയം പാഴാക്കുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഘോരമായിട്ട് ഈ ഭൗതിക ചുറ്റുപാടുകളെ ഭയപ്പെടേണ്ട എന്നിവിടെ പ്രഹ്ലാദ് മഹാരാജ് തന്റെ ഇത്തരം വരികളിലൂടെ അവിടെ വെളിപ്പെടുത്തുന്നു. ജനക മഹാരാജാവ് നമുക്കറിയാം, അദ്ദേഹം രാജാവാണ്, ഋഷിതുല്യനായിട്ടുള്ള രാജാവാണ്. എല്ലാവിധ ഭഗവത് സമ്പദ് സമൃദ്ധിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം വളരെ ശാന്തനായിട്ട് ഭക്തിസേവനത്തിൽ ഇടപെട്ടു എന്നാണ് പറയുന്നത്. എല്ലാവിധ പ്രൗഢി ഗംഭീരമായിട്ടുള്ള എല്ലാവിധ രാജകീയ അന്തരീക്ഷത്തിലും അദ്ദേഹം ഒരു സ്വയം ഭക്തനായിട്ട് എപ്പോഴും നിലകൊണ്ടു. ഭഗവത്ഗീതയിൽ ഇതിനെ കുറിച്ച് ഭഗവാൻ പരാമർശിക്കുന്നുണ്ട്. എന്താണ്? 3-ാമത്തെ അധ്യായത്തിൽ 20-ാം ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ജനക മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിക്കപ്പെട്ട കർമ്മ മാത്രങ്ങൾ അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നു.
അതിനായി സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ നിന്റെ കർമ്മം ചെയ്യുക. അപ്പോ ഇവിടെ അർജുനൻ ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ നീ നിന്റെ ഡ്യൂട്ടി ചെയ്യൂ എന്ന് മാത്രമാണ് സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. ഞാൻ ഓൾറെഡി ഈ യുദ്ധം ചെയ്തു കഴിഞ്ഞു, എല്ലാവരെയും നിഗ്രഹിച്ചു കഴിഞ്ഞു. നീ ക്ഷത്രിയൻ എന്ന നിലയിൽ നീ നിന്റെ ഡ്യൂട്ടി ചെയ്യുക എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ഉദാഹരണമായിട്ട് പറഞ്ഞത് ജനക മഹാരാജാവിനെയാണ്. ജനക മഹാരാജാവ് ക്ഷത്രിയനാണ്, രാജാവാണ്. അദ്ദേഹം ഓൾറെഡി മോക്ഷപ്രാപ്തിയിൽ വെച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ ഭഗവാന്റെ സേവനാർത്ഥം, രാജാക്കന്മാരെല്ലാം തന്നെ ഭഗവാന്റെ സേവനാർത്ഥം വരുന്ന ആളുകളാണ്. അവർ പൂർണ്ണമായിട്ടും ധർമ്മം അറിയുന്നവരാണ്. അതുകൊണ്ടാണ് അവർ രാജാവ് എന്ന പദവിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗീതാോപദേശം കാലങ്ങളായിട്ട് രാജാക്കന്മാർ ഉപദേശിക്കുന്നത്. ഇവം ദിവസത്തെ ഈ യോഗം പറയുന്നത്, ഈ യോഗം മനുഷ്യവും. അങ്ങനെ രാജപരമ്പരയില് ക്ഷത്രിയ വംശത്തിലാണ് ഗീത ഉപദേശിക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് ജനകൻ ആത്മസാക്ഷാത്കാരം ലഭിച്ച ആളാണ്. എന്നിരിക്കലും സാമാന്യ ജനങ്ങൾക്ക് മാതൃകയാൻ വേണ്ടി വിഹിതങ്ങളായ അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്തു അദ്ദേഹം വളരെ പ്രായോഗികമായിട്ട് നിയത കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പ്രജകളെ പഠിപ്പിച്ചു. പിന്നെ നീതിവാദങ്ങൾ കൊണ്ട് ഫലമില്ലാതെ വരുന്നിടത്ത് ഹിംസ ആവശ്യമാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവിടെ അർജുനൻ യുദ്ധം ചെയ്തു. കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അർജുനനും യുദ്ധം ചെയ്തു. അപ്പൊ രാജ്യഭരണം എന്ന ധർമ്മം അദ്ദേഹം അനുഷ്ഠിച്ചു. ഒരിക്കൽ നാരദ മഹർഷി വന്ന സമയത്ത്, രാജകൊട്ടാര വീതിയുടെ വരുന്ന സമയത്ത് അദ്ദേഹം ചുറ്റും നോക്കി കണ്ടുകൊണ്ടാണ് വരുന്നത്. കാരണം ഒരിടത്ത് ഡാൻസ്, എന്തെല്ലാം പ്രോഗ്രാം നടക്കുന്നു അതെല്ലാം രാജവീതിയിലുണ്ട്. എല്ലാം ഭൗതികമായിട്ടുള്ള ചുറ്റുപാടുകളാണ്. എല്ലാവരും സന്തോഷത്തോടെ എൻജോയ് ചെയ്യണം. കൊട്ടാര നിവാസികളും അതുപോലെ തന്നെ തന്റെ പ്രജകളെല്ലാം ഒന്നും ഒരു കുറവില്ല. എല്ലാം സമൃദ്ധമായിട്ടാണ്. മഹാരാജാവാണെങ്കിൽ കണ്ട കാഴ്ച എന്താണ്, വളരെ സിമ്പിളായിട്ട് നിൽക്കുന്നു. അപ്പൊ രാജാവിനോട് ചോദിച്ചു, എങ്ങനെയാണ് താങ്കൾക്ക് ഇത് സാധിച്ചത്? ഞാൻ വരുന്ന വഴി കണ്ട കാഴ്ചകളെല്ലാം നോക്കുമ്പോൾ അങ്ങ് ഇങ്ങനെയല്ല നിൽക്കേണ്ടത്. അത്രയും ഭൗതികമായ ചുറ്റുപാടുകൾ സമൃദ്ധമാണ്. നാരദ മഹർഷി ഈ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഒരു കുറച്ച് വെള്ളം നിറച്ചൊരു കുടം കരയിൽ വെച്ച് കൊടുക്കാൻ പറയുന്നു. എന്നിട്ട് നീ ഇപ്പൊ വന്ന വഴി കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ പറയുന്നു. നേരത്തെ ഫുള്ളായിട്ട് ആളെ എൻജോയ് ചെയ്തിട്ട് വന്നത്, എല്ലാ കാഴ്ചകളും കണ്ടിട്ട്. എന്നിട്ടാണ് നല്ലൊരു ഡയലോഗ് മഹാരാജാവിനോട് ചോദിച്ചത്. അപ്പൊ മഹാരാജാവ് ഉടനെ കുടത്തിൽ വെള്ളം നിറച്ചിട്ട് കരയിൽ വെച്ച് കൊടുത്തു. ഇതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം താഴെ വരരുത്, നീ രാജവീതിയിലൂടെ നടന്നിട്ട് വരും, കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരും പറഞ്ഞു. ഒരു തുള്ളി വീണാൽ തല പോകും. നാരദ മഹർഷി കാര്യം അത്ര അങ്ങോട്ട് മനസ്സിലാക്കിയില്ല. നാരദ മഹർഷി തലയിൽ എല്ലാം നിറച്ച് രാജവീതി എങ്ങോട്ടും തിരിയുന്നില്ല. കാരണം ഒരു തുള്ളി വീണാൽ ഈ കുടം വിട്ട് തല കാണില്ല അല്ലേ? ഈ രാജവീതിയിലൂടെ നടന്നിട്ട് ഒരു കാഴ്ചയും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. വരുന്ന സമയത്ത് എല്ലാം എൻജോയ് ചെയ്ത ആള് ഒന്നും കാണാൻ സാധിച്ചില്ല. തിരിച്ച് ഒരു തുള്ളി വെള്ളം പോലും വീഴാതെ തിരിച്ചു വന്നു. അപ്പൊ മഹാരാജ ചോദിച്ചു, കാഴ്ചകളൊക്കെ കണ്ടോ ചോദിച്ചു. ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ, എങ്ങോട്ടെങ്കിലും തിരിഞ്ഞാൽ ഇത് ഒരു തുള്ളി വെള്ളം വീഴും, എന്റെ തല പോകും. മഹാരാജാവാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും നോക്കിയില്ല, ഒന്നും കണ്ടില്ല. അങ്ങ് പറഞ്ഞതുമായി കൃത്യമായിട്ട് ഞാൻ തിരിച്ചെത്തിയിരിക്കുന്ന ഒരു ഡ്രോപ്പ് വെള്ളം പോലും താഴെ വിടില്ല. മഹാരാജാവ് പറഞ്ഞു, ഇത് തന്നെയാണ് എന്റെയും സ്ഥിതി. ഞാൻ ഭഗവാനാൽ നിയുക്തനാക്കപ്പെട്ട രാജാവാണ്. അതിലൊന്നും എന്റർടൈൻമെന്റ് ചെയ്യുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ ഇതൊന്നും കാണുന്നില്ല. എന്റെ ധർമ്മം രാജ്യം സംരക്ഷിക്കുക എന്നുള്ളത് ആ പരമധർമ്മം ഞാൻ ചെയ്തു വരുന്നു. അത്രമാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്താണോ ഞാൻ പ്രജകൾക്ക് നൽകേണ്ടത്, എന്താണോ പ്രജകൾക്ക് ഉപദേശിക്കേണ്ടത്, അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. രാജ്യധർമ്മം പല ആചാരങ്ങളും ഞാൻ സാമാന്യ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി ചെയ്യുകയാണ് എന്ന് മറുപടി പറയുകയാണ്. ഇതെല്ലാം തന്നെ ശരിക്കും ശാസ്ത്രങ്ങളെ മനസ്സിലാക്കി ഭഗവാന്റെ ശരിയായിട്ടുള്ള സേവകരായിട്ട് എക്കാലത്തും നിലകൊള്ളുക. അങ്ങനെയാണ് ജനനം മഹാജനമായിട്ട് മാറുന്നത്. പിന്നെ ആ രണ്ട് വ്യക്തിത്വങ്ങളിലൂടെ നമുക്ക്
ഭീഷ്മദേവനെ കുറിച്ച് എല്ലാം അറിയാവുന്നതാണ്. പല ഭാഗങ്ങളും നമുക്ക് അന്വേഷിക്കണം. ഭീഷ്മദേവൻ 1-ാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായം 32-ാമത്തെ ശ്ലോകത്തിൽ ഭീഷ്മദേവൻ എന്താ പറയുന്നത്? ദീർഘകാലം വിവിധ വിഷയങ്ങളിലും ധർമ്മകർമ്മങ്ങളിലും വ്യാപരിച്ചിരുന്ന എന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും സർവശക്തനായ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനിൽ പ്രതിഷ്ഠാനം ചെയ്യാൻ എന്നെ ഇപ്പോൾ അനുവദിച്ചായിരുന്നു. സദാ അദ്ദേഹം ആത്മസംതൃപ്തനാകുന്നു. എന്നാൽ ഭഗവത് ഭക്തന്മാരുടെ സ്വാമിയാകിയാൽ അദ്ദേഹം സദാ ആത്മസംതൃപ്തനാകുന്നു ഭഗവാൻ. എന്നാൽ ഭഗവത് ഭക്തന്മാരുടെ സ്വാമിയാകിയാൽ ചിലപ്പോഴൊക്കെ ഭൗതികലോകം അദ്ദേഹത്തിന്റെ തന്നെ സൃഷ്ടിയാണെങ്കിലും ഇവിടെ അവതരിച്ച് അതീന്ദ്രിയാണെന്ന് അനുഭവിക്കുന്നു. ഇത് ഒരു രഹസ്യം ഭീഷ്മദേവൻ ഉൾപ്പെടുത്തുക. ഭീഷ്മദേവൻ നമുക്കറിയാം, യുദ്ധത്തില് പ്രത്യക്ഷത്തില് കൗരവ പക്ഷത്തിലായിരുന്നു. അതായത് ഭഗവാന്റെ അർജുനന്റെ പക്ഷത്തിന് എതിര്. എന്നിരുന്നാലും ഭീഷ്മദേവൻ ധർമ്മതത്വം മുഴുവനായിട്ട് അറിയുന്ന വ്യക്തിയാണ്. ചില സാഹചര്യങ്ങൾ മൂലം അദ്ദേഹം ആ പക്ഷത്തിൽ നിന്നു എന്നുള്ളതല്ലാതെ ഒരിക്കലും തന്നെ ഭഗവാനെ അദ്ദേഹം തള്ളി പറയുന്നില്ല. ഇവിടെ ഭഗവാൻ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞു. ഭീഷ്മദേവൻ ശപഥം ചെയ്തു, അർജുനനെ ഇന്ന് കൊല്ലും എന്ന് പറഞ്ഞത്. ഭീഷ്മദേവൻ പറഞ്ഞാൽ അത് സംഭവിക്കും. അങ്ങനെയുള്ള കഥകളെല്ലാം നമ്മൾ കേട്ട് ഭഗവാന്റെ ആ ഭാഗങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നു. ചുരുക്കി പറയാം, ഇവിടെ സംഭവിച്ചത് ആയുധം ഭഗവാൻ തന്റെ രഥത്തിലുള്ള ചക്രമെടുത്ത് ഭീഷ്മദേവന്റെ മുന്നിലേക്ക് വരികയാണ്. എല്ലാ വാക്കുകളും തെറ്റിച്ചുകൊണ്ട് തന്റെ ഭക്തനായിട്ടുള്ള ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ സന്ദർഭത്തില് ഭീഷ്മദേവൻ തന്റെ ആയുധങ്ങളെല്ലാം താഴെ വെച്ചു. ആയുധങ്ങളെല്ലാം താഴെ വെച്ചിട്ട് പൂർണ്ണമായിട്ടും ഭഗവാന് ശരണാഗതി. ഈ നിമിഷത്തിൽ ഭഗവാൻ എന്താ പറഞ്ഞ ഭീഷ്മൻ? ഞാൻ ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ ആരാണ് എന്റെ നേർക്ക് വന്നിരിക്കുന്നത്? ഭഗവാൻ സ്വയം ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭീഷ്മദേവൻ എല്ലാ ആയുധങ്ങളും വെച്ച് രഥത്തിൽ നിന്നും അങ്ങേക്ക് എന്നെ പൂർണ്ണമായിട്ടും ലഭിക്കാം. അതുകൊണ്ട് പറയുന്നത്, ഞാൻ ഇത്തരം കാര്യങ്ങൾ വിവിധ വിഷയങ്ങളിൽ ധർമ്മകർമ്മങ്ങളിൽ വ്യാപരിച്ചിരുന്ന എന്റെ എല്ലാ വികാരങ്ങളെയും വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും സർവാത്മനായ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രതിഷ്ഠാനം ചെയ്യാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. എന്നെ അനുവദിച്ചാലും. അതിന് നിരായുധനായിരുന്നുകൊണ്ട് അർജുൻ ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ കുറിച്ച് സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ധർമ്മത്തിന് മുമ്പിൽ ഭീഷ്മദേവൻ ആയുധം താഴെ വെച്ചു. അപ്പൊ ഭഗവാന്റെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഭക്തന്മാരുടെ അല്ലെങ്കിൽ മഹാജനങ്ങളുടെ പ്രത്യേകത എന്നുള്ളത്. ഇവിടെ തന്റെ നേർക്ക് വന്നത് ആരാണ്? ഭഗവാൻ സ്വയമാണ്. ആ സമയത്ത് അതാണ് ധർമ്മം. ഭീഷ്മദേവൻ നിരായുധനായിട്ട് അവിടെ നിലകൊണ്ടു. അടുത്തത് ബലിചക്രവർത്തി. നമ്മള് ബലി മഹാരാജാവിനെ കുറിച്ച് നമ്മുടെ കഥകളെല്ലാം കേട്ടിട്ടുണ്ട്. ഭൗതിക ലോകത്തില് എല്ലാവരും തിരുവോണം നാളില് എവിടെ പോയാലും നമുക്ക് കാണാം ബലി മഹാരാജാവിന്. മുക്കിലും മൂലയിലും എല്ലായിടത്തും കാണാം അല്ലെ? നമുക്കെല്ലാം നല്ല പരിചയമുണ്ടല്ലേ? പക്ഷെ ആ ചിത്രം, നമ്മൾ കാണുന്ന ചിത്രം അറിവില്ലാത്ത ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ അവഹേളിക്കുന്ന ചിത്രങ്ങളാണ്. ഇവിടെ മഹാജനം ബലിചക്രവർത്തി, അദ്ദേഹം എത്ര ശ്രേഷ്ഠ വ്യക്തിത്വമാണ്. ഒരു വ്യക്തിയുടെ രൂപസൗന്ദര്യം എന്നുള്ളത് അദ്ദേഹം ആർജിച്ചിട്ടുള്ള അതീന്ദ്രിയ ഗുണങ്ങളെയാണ് ആസ്പദമാക്കിയിട്ടാണ് ഒരാളുടെ വ്യക്തിത്വം എന്നുള്ളത്. അതാണ് ആളുടെ രൂപരേഖ. ഇവിടെ മഹാബലി ചക്രവർത്തി എത്ര മഹാവ്യക്തിയാണ് നമുക്ക് നോക്കാം. ഭാഗവതം 8-ാമത്തെ സ്കന്ധം 23-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ ശ്ലോകം എന്താ പറയുന്നത്? ബലി ചക്രവർത്തി പറയാണ്, അവിടത്തേക്ക് സാദര പ്രണാമങ്ങൾ
അർപ്പിക്കാൻ ഉദ്യമം നടത്തിയപ്പോഴുള്ള എത്ര അതിശയകരമായ ഫലമാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ അങ്ങേക്ക് നമസ്കാരം അർപ്പിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്തത്. ആ ശ്രമം പോലും പരിശുദ്ധ ഭക്തന്മാരുടേതുപോലെ വിജയകരമായി ഒരു അകപ്പതിച്ച അസുരനായ എന്നോട് അങ്ങ് കാട്ടിയ അഹൈതുകമായ കാരുണ്യം ദേവന്മാർക്കോ വിവിധ ഗ്രഹങ്ങളുടെ നായകന്മാർക്കോ പോലും ഒരിക്കലും നേടാൻ കഴിയാത്തതാണ്. ബലിചക്രവർത്തി ലോകം മുഴുവനും പിടിച്ചടക്കി. ഇന്ത്യൻ ലോകം പിടിച്ചടക്കിയ ഗുരുനാഥൻ പറഞ്ഞു. ആരുടെ ഗുരുനാഥൻ? ചുരുക്കി പറയാൻ ശുക്രാചാര്യർ. എല്ലാവരും രാജഗുരു ഉണ്ടാവും, ഉപദേശങ്ങൾ കൊടുക്കാം. ഇവിടെ രാജഗുരു ശുക്രാചാര്യര് എന്താ പറഞ്ഞത്? എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ലോകങ്ങളെല്ലാം കീഴടക്കി, എല്ലാം നമ്മുടെ പരിധിയിൽ വന്നു. ബലിചക്രവർത്തി ഇന്ത്യൻ ലോകവും കീഴടക്കി. ദേവന്മാരെല്ലാം ഒളിച്ചോടിപ്പോയി. അവരെല്ലാം പലയിടത്തും അഭയം പ്രാപിച്ചു. പയോവൃതത്തിലൂടെ മാതാവ് കശ്യപ മഹർഷിയുടെ പേരെന്ന മാതാവിന്റെ അതിഥിദേവി അവര് പയോവൃതം അനുഷ്ഠിച്ചു. ഭഗവാനെ പ്രസാദിപ്പിച്ചു. ഭഗവാൻ വരുന്നു ദേവന്മാരെ രക്ഷിക്കാൻ. എക്കാലത്തും ദേവന്മാരെല്ലാം രാജ്യഭരണം ഏറ്റെടുത്താൽ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഭരണാധികാരികളാണ്. അവർക്ക് സ്ഥാനമില്ലാതെ പോയി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും താറുമാറായി പോകും, നിശ്ചലമാകും. അതുകൊണ്ട് ഭഗവാൻ ഭരണം എന്നുള്ളത് അനിവാര്യമാണ്. ഇവിടെ ഭഗവാൻ വന്നു, ഒരു ഉള്ള ബ്രാഹ്മണനായിട്ട് ദേവഗുരിക്ക് വരുന്നു. ദേവഗുരിക്ക് വരുന്നു. അവിടുന്ന് ഇന്ദ്രന്റെ അടുത്തേക്ക് പോവാണ്. ഇന്ദ്രൻ എന്താ ചെയ്യുന്നത്? എന്റെ ശുക്രാചാര്യരുടെ നിർദ്ദേശപ്രകാരം അവിടെ യാഗം ചെയ്യുകയാണ്. യാഗശാലയിലേക്കാണ് വരുന്നത്. അപ്പോൾ ബലിചക്രവർത്തിയെ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ യാഗം വിഷ്ണുവിന് വേണ്ടി ചെയ്യുന്നതാണ്. വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ നീ ഇന്ത്യൻ ലോകത്തെ കീഴടക്കാം, നീ അധിപനാകാം. ഇതെല്ലാം ശുക്രാചാര്യന്റെ ഉപദേശമുണ്ട്. അത് അതേപടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ വാമനദേവൻ കടന്നു വരുന്നത്. കണ്ട മാതിരിയിൽ തന്നെ ഈ പറഞ്ഞ മാതിരി എന്താ പറയുന്നത്, ഒരു പ്രണാമങ്ങൾ അർപ്പിക്കാൻ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ചുറ്റുപാടുകൾ സമ്മതിച്ചില്ല. കാരണം ആരാണ്? ശുക്രാചാര്യനും മറ്റു പല അസുരന്മാരുമാണ് ചുറ്റുമുള്ളത്, അല്ലെ? ഇവരുടെ മുമ്പിൽ ഭഗവാന്റെ ശരണാഗതി അല്ലെങ്കിൽ അഭയം പ്രാപിക്കുക എന്നുള്ളത് അത്ര സാഹചര്യം അങ്ങനെ അനുവദിച്ചില്ല. പക്ഷെ മനസ്സുകൊണ്ട് അദ്ദേഹം അവിടെ പ്രണാമം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു എന്നേ പറയുന്നുള്ളൂ. അപ്പൊ ആഗ്രഹിച്ച മാത്രമേ തന്നെ തനിക്ക് വന്നു ചേർന്ന് എന്താണെന്നാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. എന്താണ് വന്നു ചേർന്നത്? വാമനദേവനെ കണ്ട മാത്രം തന്നെ അതിൽ ആകർഷിതനായി. അദ്ദേഹത്തെ പീഠം കൊടുത്തിരുത്തുന്നു. ശുക്രാചാര്യർക്ക് മനസ്സിലായി. ശുക്രാചാര്യർ ഈ വരുന്നത് വിഷ്ണുവാണെന്ന് മനസ്സിലായി. ശുക്രാചാര്യർ പറഞ്ഞു, ഈ വരുന്നത് വിഷ്ണുവാണ്, ദാനം ഭിക്ഷയാചിക്കാനാണ് വരുന്നത്, നീ കൊടുക്കരുത്. എന്താ പറഞ്ഞത്? കൊടുക്കരുത്. നിന്റെ എല്ലാം അപഹരിക്കും. പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. നിന്റെ എല്ലാം അപഹരിക്കും, നീ അനാഥനായി പോകും. ശുക്രാചാര്യർ പറഞ്ഞു. അത് കേട്ടു. ബലിചക്രവർത്തി കേട്ടു. അങ്ങനെ വാമനദേവൻ വന്നു. ചോദിക്കുന്ന എന്താ കുട്ടി വേണ്ടത്? എനിക്ക് ഒന്നും വേണ്ട, 3 അടി മണ്ണ് മതി എന്ന് പറയും. അപ്പൊ പറയുന്നു, അത് ചോദിക്കുന്നത് എന്ത് വേണമെങ്കിലും ചോദിക്കൂ, നീ എന്താ ചോദിക്കാൻ നിൽക്കുന്നത്? ഈ സർവപ്രപഞ്ചങ്ങളുടെ അധിപനാണ് ഞാൻ, എന്ത് വേണമെങ്കിലും. ഗ്രഹങ്ങൾ വേണോ? എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് 3 അടി മണ്ണ് മതി. അപ്പൊ കളിയാക്കുന്നുണ്ട്. ഉള്ള ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ കളിയാക്കുന്നു. ഈ ഇത്രയും വലിയ പ്രതാപശാലിയായിട്ട് എന്റെ 3 അടി മണ്ണാണ് ചോദിക്കുന്നത്. അതൊക്കെ കളിയാക്കുന്നതാണ്. ഒരു വലിയ ലക്ഷപ്രവർ എടുത്ത് വെച്ച് എനിക്ക് 10 പൈസ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളെ കളിയാക്കുന്നതല്ലേ? അതുമാതിരി പറയുന്നുണ്ട്. അപ്പോ എനിക്ക് അതൊന്നും വേണ്ട, അപ്പോ കൊടുക്കാൻ സമ്മതിച്ചു. എന്തോ ചിലപ്പോ കളി തമാശ എന്നുള്ള രീതിയിൽ പക്ഷെ കൊടുക്കാൻ തീരുമാനിച്ചു. ശരി, എടുത്തോളൂ, അളന്നെടുത്തോളൂ, അല്ലേ? ഈ സമയത്ത് ശുക്രാചാര്യർ അതിനെ വിലക്കുന്നുണ്ട്. സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അവിടെ വെച്ചിട്ട് ബലിചക്രവർത്തി ശരിയായിട്ടുള്ള തീരുമാനമെടുത്തു. എന്താണ്? തന്റെ ഗുരുവിന്റെ വാക്കുകളെ നിഷേധിച്ചു. തന്റെ ഗുരുവിന്റെ വാക്കുകളെ നിഷേധിച്ചു പറയുന്നത് ശരിയായ തീരുമാനമാണോ? ഇവിടെ അതെ. കാരണം ധർമ്മത്തിന് വിപരീതമായിട്ട് ശുക്രാചാര്യർ പ്രവർത്തിച്ചു. ആദ്യം അദ്ദേഹം ധർമ്മം പറഞ്ഞു, വിഷ്ണുവിനെ പൂജിക്കണം, ഈ യജ്ഞം വിഷ്ണുവിനെ വേണ്ടി ചെയ്താൽ നീ ഇന്ദ്രപദവിയിലെത്തും. ശരിയാണ്. പക്ഷേ ഇവിടെ
സാഹചര്യത്തിനനുസരിച്ച് തള്ളിപ്പറഞ്ഞു. വിഷ്ണുവാണ് വരുന്നത് എന്നും ബോധ്യപ്പെടുത്തി. ഈ വരുന്നത് വിഷ്ണുവാണ്, മനസ്സിലാക്കിയത്. നിന്റെ എല്ലാം അപഹരിക്കാനാണ് വരുന്നത്, ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇത് വരുന്നത് ആർക്കു വേണ്ടിയാണോ ആ വിഷ്ണുമൂർത്തി ഇതാ സ്വയം പ്രത്യക്ഷമായിരിക്കുന്നു എന്റെ മുമ്പിൽ. ഇത് മനസ്സിലാക്കിയ ബലിചക്രവർത്തി തന്റെ ഗുരുനാഥന്റെ വാക്കുകളെ നിഷേധിച്ചു. ഇപ്പോൾ പറയുന്നതാണ് ധർമ്മമല്ല. അവൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് ശരിയായി ചെയ്തു, ആ സമയത്ത് അങ്ങ് എന്നെ തടയുന്നു. ഇത് മനസ്സിലാക്കിയ ബലിചക്രവർത്തി ശുക്രാചാര്യരുടെ വാക്കുകളെ തിരസ്കരിച്ചു. ഇവിടെയാണ് ഒരു ഗുരുവിനെ എപ്പോൾ തിരസ്കരിക്കണം, എപ്പോൾ ധർമ്മത്തിന് വിപരീതമായിട്ട് ധർമ്മത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യതിചലിച്ചൊരു ആര് സംസാരിക്കുന്നുവോ അവരെ ത്യജിക്കണമെന്നാണ് ഇവിടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ബലിചക്രവർത്തി പൂർണ്ണമായിട്ടും ഭഗവാൻ അടിയറവ് പറയുന്നു. കാരണം ഒരടി മണ്ണെടുത്ത് രണ്ടാമത്തെ അടിയിൽ ഈ ഭൗതിക പ്രപഞ്ചം മുഴുവനും ക്രോസ് ചെയ്തു മറികടന്നു ആധ്യാത്മിക പ്രപഞ്ചത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ അവിടുന്ന് ഗംഗ ഉത്ഭവിക്കുന്നു. കാരണതരശ്ചാചാര്യങ്ങളിൽ നിന്ന് ഗംഗയായിട്ട് ഭൂമിയിലേക്ക് വരുന്നു. ബ്രഹ്മാവ് കാണുന്നു. ബ്രഹ്മാവ് പാദം കണ്ട ഇത് ബ്രഹ്മാവിന് ബോധ്യമായി. ഇതുമാതിരി പാദം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, എന്തെങ്കിലും ഉയർന്നു വരുന്നു, ബ്രഹ്മലോകവും കടന്നു പോകുന്നു. ബ്രഹ്മാവ് മനസ്സിലാക്കി ഭഗവാൻ തന്നെയാണെന്ന്. ബ്രഹ്മാവ് തന്റെ കണ്ണിൽ നിന്നുള്ളവർക്ക് അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ മൂന്നാമത്തെ അടി വയ്ക്കാൻ ഒന്നും കാണുന്നില്ല. വരുന്ന ഭാഷത്തിൽ ബന്ധിപ്പിക്കുന്നു. അങ്ങനെ ബ്രഹ്മാവ് ബലിചക്രവർത്തി പൂർണ്ണമായിട്ടും തന്നെ സമർപ്പിക്കുകയാണ്. പൂർണ്ണമായിട്ടും സമർപ്പിച്ച് തന്റെ ശിരസിൽ ഭഗവാന്റെ പാദങ്ങളെ ഏറ്റുവാങ്ങുകയാണ്. ഇവിടെ ഭഗവാന്റെ നേരിട്ടുള്ള അനുഗ്രഹമാണ് ബലിചക്രവർത്തിക്ക് ലഭിക്കുന്നത്. കാരണം പൂർണ്ണമായിട്ടും പരിശുദ്ധ മനസ്സോടുകൂടി അസുര ചക്രവർത്തി പൂർണ്ണമായിട്ടും പരിശുദ്ധ മനസ്സും ഭാവത്തോടു കൂടിയിട്ട് ഭഗവാനെ സമർപ്പിച്ചു തന്നെ. അതുകൊണ്ട് ഭഗവാൻ വളരെയധികം സംപ്രീതനായി തന്റെ പാദം ശിരസിൽ വെച്ചുകൊണ്ട് ബലിചക്രവർത്തിയെ അനുഗ്രഹിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? നീ ഈ ലോകങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചില്ലേ, ഇതിലും വെച്ച് സുഖസൗകര്യം ഇന്ദ്രലോകത്തെക്കാൾ 10 മടങ്ങ് സുഖസൗകര്യങ്ങളുള്ള ഒരു ലോകം സൃഷ്ടിച്ചു ശുക്ല. ആ സൃഷ്ടിച്ചിട്ട് ആ ലോകത്തിൽ അധിപനായിട്ട് തന്റെ പരിവാരങ്ങളോടുകൂടി രാജാവായി വാഴാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചു. കൂടാതെ എന്താ പറയുന്നത്? എന്റെ സുദർശനം, എന്റെ ശംഖചക്ര, ഇതെല്ലാം തന്നെ അവിടെ സംരക്ഷണം നിനക്ക് എപ്പോഴും ഉണ്ടാവും. തന്റെ ഗത അവിടെ ഉണ്ടാവും, സുദർശനം ഉണ്ടാവും, തന്റെ രാജ്യത്തെ സംരക്ഷിക്കണം. കൂടാതെ ഞാൻ സ്വയം തന്റെ കിങ്ഡത്തിന് കാവൽക്കാരനായിട്ട് എന്നുണ്ടാവും. അടുത്ത മുൻനിരന്തരം വരുമ്പോൾ, ഇപ്പോഴത്തെ ഇന്ദ്രന്റെ കാലാവധി കഴിയുന്ന സമയത്ത് അടുത്ത മുൻനിരന്തരത്തില് നിനക്ക് ഇന്ദ്രന്റെ പദവിയും തരാം എന്ന് പറഞ്ഞ് എല്ലാവിധ ഭഗവാനോട് ശരണാഗതി തീരുമ്പോൾ അതിന്റെ എത്രയോ 10 മടങ്ങാണ് ഭഗവാൻ തിരിച്ചു നൽകുന്നത്. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ പല ഗ്രഹങ്ങളുമാണ് ഇന്ദ്രൻ വെട്ടിപ്പിടിച്ചത്. തന്റെ സുഖസമൃദ്ധികൾ അത് ഭഗവാൻ അടിയറ വെച്ച സമയത്ത് ഈ എല്ലാ പ്രപഞ്ചത്തെക്കായി കൂടുതൽ സുഖസൗകര്യങ്ങളുള്ള ഒരു സുഖവാസ കേന്ദ്രം അവിടെ നിർമ്മിക്കുകയും ഭഗവാൻ അതില് ബന്ധുക്കളുടെ രാജാവ് വാഴിക്കുന്നു. അടുത്ത ജന്മത്തില് മന്വന്തരം കഴിഞ്ഞ അടുത്ത മന്വന്തരത്തില് ഇന്ദ്രന്റെ പദവിയും കൊടുക്കുന്നു. അപ്പം ഭഗവാനോട് സമർപ്പിക്കുന്ന സമയത്ത് അല്ലെ ഭഗവാൻ പറയുന്നു, നമ്മള് സ്വല്പം അഭ്യസിച്ച് നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഭഗവാന് സമർപ്പിക്കുന്ന പക്ഷം ഭഗവാൻ അതിന്റെ 10 മടങ്ങ് തിരിച്ചു തരുന്നു. അങ്ങനെ ബലിചക്രവർത്തി വളരെ നിഷ്കളങ്കമായിട്ട് പൂർണ്ണമായിട്ടും ഭഗവാനിന്റെ സമർപ്പിതനായി എങ്കിൽ സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. തന്നെ സമർപ്പിച്ചു. അതുകൊണ്ടാണ് ആത്മനിവേദനം പരമമായിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് ആത്മനിവേദനം. അതായത് സ്വയം ഭഗവാനെ സമർപ്പിക്കുക. നമ്മളെല്ലാം സമർപ്പിച്ചു, നമ്മളെ സമർപ്പിക്കുന്നില്ല. എല്ലാം സമർപ്പിച്ചതുകൊണ്ട് എല്ലാം സമർപ്പിക്കുക എന്നാണ് ഭഗവാന്റെ തന്നെ
സൃഷ്ടിയുള്ളവർക്ക് ഭഗവാന്റെ കാഴ്ചയിൽ വെക്കുക, ഇതൊക്കെ സമർപ്പണമാണ് അല്ലേ? ഇവിടെ ബലിചക്രവർത്തി അത് മാത്രമല്ല, തന്റെ മനസ്സിനെ, ബുദ്ധിയെ, അഹങ്കാരത്തെയും സ്വയം തന്നെ, കാരണം ഭഗവത് അംശമാണ് നമ്മളെല്ലാം, അതിനുശേഷമാണ് ബാക്കിയെല്ലാം. ഭഗവത് അംശമായ എന്നെ തന്നെ ഭഗവാൻ സമർപ്പിച്ചു, അതിനപ്പുറത്തിലൊന്നും കൊടുക്കാനില്ല. അങ്ങനെയാണ് ബലിചക്രവർത്തി മഹാശ്രേഷ്ഠനായിട്ടുള്ള മഹാജനമായത്. സുഖദേവ് ഗോസ്വാമി ജന്മന അതീന്ദ്രിയവാദിയാണ്. അദ്ദേഹം ഈ ഭൗതിക ലോകത്തിൽ ആവിർഭാവം കൊണ്ട സമയത്തെ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനമെടുത്തു, തിരിച്ചു പോകണം അതീന്ദ്രിയ സാക്ഷാത്കാരത്തിലേക്ക് അല്ലെ. ആ സമയത്താണ് പിതാവായിട്ടുള്ള വ്യാസമഹർഷി അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയും അദ്ദേഹത്തിന് വ്യാസദേവൻ ഭഗവാന്റെ ലീലകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്വിക്തവാദിയാണ്, അതീന്ദ്രിയവാദിയാണ് ആര്യ സുഖദേവ് ഗോസ്വാമി. എപ്പോൾ ഭഗവാന്റെ ലീലകൾ കേട്ടു സുഖദേവ് ഗോസ്വാമി ആ മാത്രയിൽ തന്നെ ഭഗവാന്റെ രൂപത്തിൽ ആകൃഷ്ടനാകുകയും പൂർണ്ണമായിട്ടും ഭഗവത് ലീലകളെ വളരെ മനോഹരമായിട്ട് വർണ്ണിക്കാനും ആർക്ക് സാധിച്ചു? സുഖദേവ് ഗോസ്വാമി. ഇവിടെയും പറയുന്നത് എപ്പോൾ ആധികാരിക സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് കേൾക്കാൻ ഇടയാവുന്നു ആ സമയത്ത് മാത്രമാണ് നമ്മൾക്ക് പരിവർത്തനം ഉണ്ടാകുന്നത്. ഇവിടെ സുഖദേവ് ഗോസ്വാമി അതീന്ദ്രിയവാദിയാണ്, അദ്വൈതവാദിയാണ്. എപ്പോൾ ശ്രീല വ്യാസദേവനിൽ നിന്നും ഭഗവാന്റെ ലീലകളെ കുറിച്ച് ശ്രമിക്കാൻ ഇടയാകുകയോ ആ നിമിഷത്തിൽ അദ്ദേഹം ഭഗവാന്റെ വ്യക്തിഭാവത്തിൽ, വ്യക്തിരൂപത്തിൽ ആകർഷനാവുകയും ഭാഗവത കഥ അല്ലെങ്കിൽ ഭാഗവത രസം അല്ലെങ്കിൽ ഭാഗവത അമൃതം ശരിയായി വ്യാഖ്യാനിക്കാൻ അധികാരപ്പെട്ടു പ്രാപ്തനാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ഭാഗവതം പറയാൻ എല്ലാ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളും ഏകസ്വരത്തിൽ ശ്രീ സുഖദേവ് ഗോസ്വാമിയെ സമീപിച്ചു അല്ലെങ്കിൽ അധികാരപ്പെടുത്തി. കാരണം അദ്ദേഹം കേട്ടത് എവിടുന്നാണ്? ആധികാരിക സ്രോതസ്സിൽ നിന്നാണ്, ശ്രീ വ്യാസദേവനിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ശ്രീ സുഖദേവ് ഗോസ്വാമി ഇവിടെ ശ്രേഷ്ഠനായത്. അപ്പൊ എപ്പോഴും നമുക്ക് നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് ധർമ്മം അല്ലെങ്കിൽ ആ വൈദ്യ തത്വങ്ങളെല്ലാം തന്നെ ആധികാരിക കേന്ദ്രങ്ങളിലൂടെ വരുമ്പോൾ മാത്രമേ ആ വ്യക്തിക്കും അല്ലെങ്കിൽ അത് കേൾക്കുന്നവർക്കെല്ലാം തന്നെ ശ്രേഷ്ഠതയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫൈനലായിട്ട് ഞാനും, അതായത് ആരാണ്? യമരാജൻ. യമരാജൻ പറയുന്നതാണ് വളരെ വിശിഷ്ടമായിട്ടുള്ളത്. 6-ാമത്തെ സ്കന്ധത്തിൽ 3:29 പറയുന്നതാണ് തന്റെ ഭൃഷ്യന്മാരെല്ലാം ധർമ്മമെന്ത് അധർമ്മമെന്ത് എന്നുള്ള കൺഫ്യൂഷനോട് കൂടിയിട്ട് യമരാജന്റെ മുമ്പിലെത്തി. യമരാജൻ എന്താ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട ഭൃത്യന്മാരെ, ആരുടെയൊക്കെ നാവുകളാണോ കൃഷ്ണന്റെ നാമവും ഗുണങ്ങളും കീർത്തിക്കുന്നത് ആ പാപികളെയും, ആരുടെ ഹൃദയങ്ങളാണോ കൃഷ്ണന്റെ പാദമലങ്ങളെയും ഒരിക്കലും സ്മരിക്കാത്തത് അവരെയും, ആരൊക്കെയാണോ കൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ ഒരിക്കൽ പോലും നമിക്കാത്തത് അവരെയും ദയവായി എന്റെ മുമ്പിൽ കൊണ്ടുവരണം. അതായത് ഭഗവാനിൽ ആരെല്ലാം ആശ്രിതരാവുന്നില്ലയോ അവർക്കെല്ലാം തന്നെ ആരെ കാണേണ്ടി വരുന്നു? യമരാജനെ കാണേണ്ടി വരുന്നു. യമരാജനെ കാണാതെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആളുകൾക്കെല്ലാം ഒരു വിചാരമുണ്ട്, ഒരു ജന്മമുണ്ട്, അടിച്ചു പൊളിച്ചു. പേടിയാണ്. അവർ സ്വയം പറഞ്ഞിട്ട് സംതൃപ്തരാകാണ്. കാരണം ഈ തെറ്റുകുറ്റങ്ങൾക്ക് ശിക്ഷയിലും പലരും പറയുന്നുണ്ട്. അപ്പൊ അവരതിനെ മറികടക്കാൻ ഒറ്റ ജന്മോട് അടിച്ചു പൊളിച്ച് ഈ ജന്മം ഒന്നും കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ട് പോയി തിരിച്ചു വന്നിട്ട് എന്തൊക്കെയോ പറയും. എന്തിനാണ് അതൊക്കെ പറയുന്നത്? ആ സ്വയം ഭീതിയിൽ നിന്ന് സ്വയം രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൂത്രവാക്യങ്ങളാണ് അവർ പറയുന്നത്. ഇവിടെ പറയുന്നത് ആരെല്ലാം ഭഗവാനെ മനസ്സിലാക്കാതെ പോകുന്നു, ഭഗവാന്റെ ആരൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഒന്ന്, തന്റെ ആരെല്ലാമാണോ, ആരുടെയൊക്കെ നാവുകളാണോ കൃഷ്ണന്റെ നാമം ഗുണം കീർത്തിക്കാത്തത്. പിന്നെ പറയുന്നത് എന്താണ്? പാദകമലങ്ങൾ ഒരിക്കൽ പോലും നമസ്കരിക്കാത്തവര്. കണ്ടിട്ടുണ്ട് അമ്പലത്തിൽ പോയാൽ സലാം സലാം എന്ന് പറയുന്ന ആൾക്കാരെ, അവിടെ ഇതൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ ആക്കുന്നവരെ അല്ലേ? അമ്പലത്തിൽ ഭഗവാന്റെ വിഗ്രഹത്തിന് മുമ്പിൽ പോയാലും അവര് പ്രണമിക്കാൻ അവർ സന്നദ്ധത കാണിക്കാറില്ല. പിന്നെന്താ പറയുന്നത്? ഒരിക്കൽ പോലും നമിക്കാത്തത്. പിന്നെ
പിന്നെ പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഏകാത്മകമായ വിഷ്ണുവിന് വേണ്ടിയുള്ള ഏകകർമ്മമായ വിഷ്ണുവിന് വേണ്ടിയുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കാത്തവരെയും എന്റെ സമീപത്തേക്ക് കൊണ്ടുവരുന്നു. അതായത് തന്റെ ഏകകർമ്മമായ വിഷ്ണുവിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ, അതായത് ഭഗവാന്റെ സേവനം. ആരെല്ലാം ഈ സേവനം ചെയ്യുന്നില്ലയോ അവരെല്ലാം എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. എന്നോട് പറഞ്ഞ ദയവായി അത്തരം എല്ലാ വിഡ്ഢികളെയും പെമ്മാടികളെയും എന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. വിഡ്ഢികൾ മാത്രമല്ല, പിന്നെ ആരാണ്? പെമ്മാടികൾ കൂടിയാണ്. അവരെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ഇതാണ് പറയുന്നത് എന്നാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഉപദേശം എൻഗേജർമാർക്ക് കൊടുക്കണം. അപ്പൊ ഇത്തരം ആളുകൾ എവിടേക്കുണ്ടോ അവിടേക്ക് നിങ്ങൾ പോയാൽ മതി. വേറെ എവിടെയും നിങ്ങൾക്ക് പോകണമെന്നില്ല. എവിടേക്ക് നാമം ജപിക്കുന്നില്ലയോ, എവിടേക്ക് ഭഗവാന്റെ ആരാധന ചെയ്യുന്നില്ലയോ, എവിടേക്ക് ഭഗവാന്റെ സേവനം ചെയ്യുന്നില്ലയോ, അല്ലെങ്കിൽ ഏതെല്ലാം വീട്ടിൽ ഇതെല്ലാം നടക്കുന്നില്ലയോ അവിടെ മാത്രം നിങ്ങൾ പോയാൽ. നിങ്ങൾ ഇത്ര കൺഫ്യൂഷനായിട്ട് എല്ലാവരെയും കയറി ചെല്ലണ്ട. എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കി അത് മാത്രം തെരഞ്ഞു വിളിച്ചു പോയാൽ മതി. ബാക്കിയുള്ളവരെല്ലാം ഭഗവാന്റെ വിഷ്ണുദേവൻ നേരിട്ട് വന്ന് കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് എന്നെ ദർശിക്കേണ്ടതില്ല, ഞാൻ അവർക്ക് ദർശനം കൊടുക്കും. അല്ലെ, പോകുന്ന വഴിക്ക് ആര് ദർശനം കൊടുക്കുന്നുണ്ട്? വിഷ്ണുദേവൻ ദർശനം കൊടുക്കുന്നുണ്ട്. വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഇത്തരം ആളുകൾക്ക് ഈ നരകതുല്യമായിട്ടുള്ള ശിക്ഷയ്ക്ക് അവർ വിധിക്കപ്പെടും. അവരത് ദർശിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ടാണ് യമദേവനിൽ ഒരു സോപ്പടിച്ചിട്ട് കാര്യമില്ല. ബാക്കി എല്ലാവരെയും സോപ്പടിച്ച എന്തെങ്കിലും രക്ഷപ്പെടുത്തും. യമദേവനിലേക്ക് മാത്രം നടക്കില്ല. അപ്പോൾ ഒരാള് യമദേവൻ കൊണ്ടുപോകാൻ വന്നു. ആ സമയത്ത് ചെറിയ സോപ്പടിച്ചു, പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഫയലിനെ അദ്ദേഹം അടിയിൽ വെച്ചു. ഫയലിന് അടിയിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വിധി കൽപ്പിക്കാൻ പോവാണ്. അപ്പോ യമദേവൻ എന്ത് ചെയ്തു? ഈ ഫയലിലെടുത്തിട്ട് ആദ്യം വെച്ചവരല്ലേ ഇരിക്കുന്നു. അവസാനം വെച്ച ആളിനെയാണ് അവസാനം ശിക്ഷിക്കേണ്ടത്. ഇതിനെല്ലാം എടുത്ത് തിരിച്ചു വെച്ചു. അല്ലെ, നിങ്ങൾ റേഷൻ കൈകളുടെ ആദ്യത്തെ കാർഡോടെ മേടിച്ചിട്ട് റേഷൻ കാർഡ് തുറന്നു കഴിഞ്ഞാൽ അതിന് തിരിച്ചു വെക്കും. ആദ്യം വന്ന ആൾക്ക് ആദ്യം കൊടുക്കാം. ഈ സോപ്പടിച്ച വ്യക്തി ശിക്ഷ കുറച്ച് ലാസ്റ്റ് മതി പറഞ്ഞാണ് സോപ്പടിച്ചത്. എന്താ ചെയ്തത്? യമരാജൻ വന്നു കഴിക്കുന്ന ഇതിനെടുത്തത് തിരിച്ചു വെച്ചു. ഫസ്റ്റ് ഇയാളുടെ ചീട്ടം വരും. അപ്പൊ യമരാജനോട് നമ്മള് എന്താ പറയാ, ഒരു സോപ്പടിച്ചിട്ടും കാര്യമില്ല. അവിടെ അദ്ദേഹത്തിന്റെ കർമ്മം അദ്ദേഹം കൃത്യമായിട്ടും നിർവഹിക്കുന്നതാണ്. അപ്പൊ ഇവരെല്ലാം തന്നെ ധർമ്മതത്വങ്ങളെ കൃത്യമായിട്ടും ഫോളോ ചെയ്യുന്നവരാണ്. അതിന് യാതൊരുവിധ തെറ്റുമില്ലാതെ. ഇവിടെ അതാണ് അജാമിളനെ ശിക്ഷിക്കാൻ വന്ന സമയത്ത്, യമധർമ്മന്മാർ ശിക്ഷിക്കാൻ വന്നപ്പോൾ സമയത്ത് വിഷ്ണുഗുരു വന്ന് ഇടപെട്ടു. അധർമ്മത്തെ കുറിച്ച് സംസാരിച്ചു. അവർ വിട്ടുകൊടുക്കേണ്ടി വന്നു. അജാമിളൻ, ഇവരെ സംബന്ധിച്ചത് അജാമിളൻ ശരിയായിട്ടുള്ള ബോധത്തിലാണോ ചെയ്തത്? അല്ല. പക്ഷേ അവിടെ ഭഗവാന്റെ നാമത്തിന്റെ ശക്തി, നാമത്തിന്റെ പരിശുദ്ധി അതിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ തെറ്റുകുറ്റങ്ങളല്ല അവിടെ കണക്കിലെടുക്കുന്നത്. ക്ഷിപ്രം ഭവതി ധർമാത്മാ. ആരെന്നെ ആശ്രയിക്കുന്നു, എന്നെ ആര് ശരണാഗതി തേടുന്നുവോ അവർ ആ നിമിഷം ധർമ്മിഷ്ഠരാണ്. ഇവിടെ ആ അന്തിമ സമയത്തിൽ, ആ ശ്വാസോച്ഛ്വാസത്തിൽ നാരായണ എന്ന് വിളിച്ച സമയത്ത് ഇവിടെ അജാമിളന്റെ യാതൊരുവിധ പൂർവ്വ ചരിത്രവും കണക്കിലെടുത്തില്ല. അതാണ് ശരിയായിട്ടുള്ള ധർമ്മം. ഇവിടെ യമരാജൻ കൃത്യമായിട്ടും ആ ധർമ്മം, ആ സാഹചര്യത്തെ വിലയിരുത്തി തന്റെ അനുയായികളോട് തിരിച്ചു വരാൻ പറഞ്ഞു. യാതൊരു കൺഫ്യൂഷനും ഇല്ല. കാരണം ശാസ്ത്രം അതാണ് നിഷ്കർഷിക്കുന്നത്. എവിടെ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നുവോ അവർ സാധുജനങ്ങളാണ്. അവർ തന്റെ അടുത്തേക്ക് വരേണ്ടതില്ല. ഇത് ശാസ്ത്രം നിഷ്കർഷിക്കുന്നതാണ്. ഭഗവാൻ നേരിട്ട് പറയുന്നു, ക്ഷിപ്രം ധർമാത്മാ ശാശ്വതി ഗച്ഛതി കൗന്ദേയ പ്രജാനീ നമേ ഭക്ത പ്രണശ്യതി. അപ്പൊ അവിടെ പൂർവ്വ ചരിത്രം ചെയ്യേണ്ടതില്ല. ഞാൻ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇന്നലെ വരെ ഇങ്ങനെയുള്ള ആളായിരുന്നു അല്ലേ പറയാറില്ലേ? പഴയ കണ്ടിട്ടില്ലേ എങ്ങനെയുള്ള ആളാണെന്ന്? ഇപ്പം കുടിയേറ്റിട്ട് നാമൊക്കെ ചെയ്യും. ചരിത്രമൊന്നും ആരുടെ പറയണ്ട. ഇതൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? പക്ഷെ ശാസ്ത്രം അതല്ല, ഭഗവാൻ അതല്ലല്ലോ പറയുന്നത്. ഭഗവാൻ ഇതൊന്നും അറിയേണ്ടതില്ല. ഭഗവാൻ അറിയേണ്ടത് തന്നെ എപ്പോ ശരണാഗതി തേടി എന്ന് മാത്രം. ഭഗവാൻ ഓരോ ജീവാത്മാവിന്റെ കൂടെയും ആഗ്രഹിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇപ്പൊ എന്റെ നേർക്ക് ഒന്നും തലതിരിക്കും, ദൃഷ്ടി പതിപ്പിക്കും. ആ നിമിഷം ഭഗവാൻ അവിടെ
സ്വീകരിക്കുന്നു. ഇതെല്ലാമാണ് മഹാജനങ്ങള് കൃത്യമായിട്ടും ശാസ്ത്രത്തിന്റെ പൊരുൾ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഇവരെല്ലാം തന്നെ മഹാജനങ്ങളായിട്ട് ഇവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ മഹാജനങ്ങളുടെ പാത, അവർ തരുന്ന വാദങ്ങൾ എന്തു തന്നെ ആയാലും ആ തത്വങ്ങൾ നമ്മൾ പിന്തുടരണം, സ്വീകരിക്കണം. മഹാജനോ ഏന ഗതാസബന്ധ എന്ന് പറയുന്നത് പ്രഭുപാദരെല്ലാം ആ വഴികളിലൂടെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഗോസ്വാമിമാര്, അതുപോലെ തന്നെ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ, നരോത്തംദാസ് ഠാക്കൂർ, അങ്ങനെ എല്ലാ പരമ്പരയുള്ള ആചാര്യന്മാരും ഈ മഹാജനങ്ങളുടെ പാത പിന്തുടരുന്നുണ്ട്. അവരിൽ നിന്നും യാതൊരു വ്യത്യാസമില്ലാതെ അവരുടെ വാക്കുകൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിച്ചുകൊണ്ടാണ് അവര് പ്രചരണം ചെയ്യുന്നത്. ശ്രീ പ്രഭുപാദ ഉത്തമ ഉദാഹരണമാണ്. പ്രത്യക്ഷത്തിൽ എല്ലാം ശാസ്ത്രപരങ്ങൾക്ക് പൂർവ്വ ആചാര്യന്മാരുടെ വാക്കുകൾക്കനുസരിച്ചാണ് ശ്രീ പ്രഭുപാദരെല്ലാം നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ആരെല്ലാം ധർമ്മതത്വങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു അവരെല്ലാം മഹാജനങ്ങളാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേണം സംശയമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.